4th സെമസ്റ്റർ BCOM കോസ്റ്റ് അക്കൗണ്ടിങ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓവർ ഹെഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 4 ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ് എടുത്ത് തീർത്തതാണ്. മെറ്റീരിയൽ വരെ തീർത്തതാണ്. മെറ്റീരിയൽ കഴിഞ്ഞ് ലേബറും തീർത്തതാണ്. ഓക്കെ, ഇനി ഓവർ ഹെഡ്സിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഓവർ ഹെഡ് എന്ന് നോക്കാം. അപ്പോൾ വലിയ ആമുഖങ്ങളില്ലാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓവർ ഹെഡ് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓവർ ഹെഡ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓവർ ഹെഡ്. ദർ ആർ സർട്ടൻ കോസ്റ്റ് വിച്ച് ബിലോങ് ടു മോർ ദാൻ വൺ കോസ്റ്റ് യൂണിറ്റ്. ഒരു കോസ്റ്റ് യൂണിറ്റിനേക്കാൾ ഒതുങ്ങാത്ത കോസ്റ്റുകൾ ഉണ്ടാകും. അതായത് ഒരു കോസ്റ്റ് യൂണിറ്റിൽ ഒതുക്കാൻ സാധിക്കാത്ത കോസ്റ്റ് യൂണിറ്റുകൾ ഉണ്ടാകും. ഇറ്റ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ സ്പെസിഫിക് കോസ്റ്റ് യൂണിറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. അതായത് അതൊരു കോസ്റ്റ് യൂണിറ്റിലേക്കോ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. സച്ച് കോസ്റ്റ് ആർ കോൾഡ് ഓവർ ഹെഡ്. അത്തരം കോസ്റ്റുകളെയാണ് എന്ത് ഓവർ ഹെഡുകൾ എന്ന് വിളിക്കുന്നത്. ദസ് എനി കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഡയറക്ട്ലി ചാർജ്ഡ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഈസ് നോൺ ആസ് ഓവർ ഹെഡ്. അപ്പോൾ ഓവർ ഹെഡ് എന്താണെന്നൊരു മീനിങ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഇതാണ്: എനി കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഡയറക്ട്ലി ചാർജ്ഡ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഈസ് നോൺ ആസ് ഓവർ ഹെഡ്. അതായത് ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ കോസ്റ്റ് യൂണിറ്റിലേക്കോ ചാർജ് ചെയ്യാൻ സാധിക്കാത്ത കോസ്റ്റുകളെയാണ് എന്ത് ഓവർ ഹെഡുകൾ എന്ന് വിളിക്കുന്നത്. ഓവർ ഹെഡ് ഇസ് ദ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഓവർ ഹെഡ് എന്താണെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ എല്ലാം ഒരു ടോട്ടലാണ് ഓവർ ഹെഡ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ടോട്ടലാണ് ഓവർ ഹെഡ് എന്ന് വെച്ചാൽ. ഓവർ ഹെഡ് ആർ ഓൾസോ നോൺ ആസ് ഓൺ കോസ്റ്റ് ഓർ സപ്ലിമെൻ്ററി കോസ്റ്റ്. ഓവർ ഹെഡ് എന്താണെന്ന് വെച്ചാൽ അതിന് ഓൺ കോസ്റ്റ് എന്നും സപ്ലിമെൻ്ററി കോസ്റ്റ് എന്നും അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് കോസ്റ്റ് എന്നും ഒരു പേരുണ്ട്. ഓവർ ഹെഡ്സ് ആർ സംടൈംസ് കോൾഡ് ബേർഡൻ. അപ്പോൾ ബേർഡൻ എന്നും എന്താണ് ഓവർ ഹെഡ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് അക്കോർഡിംഗ് ടു ബ്ലോക്കർ ആൻഡ് വെൽറ്റ്മെർ, ഓവർ ഹെഡ് കോസ്റ്റ് ആർ ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് എ ബിസിനസ് enterprise which cannot be traced directly to a particular unit of output. അതായത് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളാണെന്ത് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ. ദസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് എനി എക്സ്പെൻഡിച്ചർ ഓവർ ആൻഡ് എബവ് പ്രൈം കോസ്റ്റ് ഈസ് നോൺ ആസ് ഓവർ ഹെഡ്. അതായത് പ്രൈം കോസ്റ്റിന് അതീതമായിട്ടുള്ള കോസ്റ്റുകളാണ് അധികം ഓവർ ഹെഡ്സ് ആയിട്ട് വരിക. ഇൻ ഷോർട്ട്, ഓവർ ഹെഡ് ഇസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓവർ ഹെഡ് എന്താണെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവർ ഹെഡും അതിൻ്റെ മീനിങ്ങും അതേപോലെ അതിൻ്റെ ഡെഫിനിഷൻ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഓവർ ഹെഡ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓവർ ഹെഡും ഇൻഡയറക്റ്റ് എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ജനറലി ഓവർ ഹെഡ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ യൂസ്ഡ് സിനോണിംസ്ലി. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയും ഓവർ ഹെഡിനെയും അധികം നമ്മൾ എന്താണ് പര്യായ പദങ്ങളായിട്ടാണ് പറയാറുള്ളത്. ബട്ട് ഇൻ റിയാലിറ്റി ദീസ് ആർ നോട്ട് വൺ ആൻഡ് ദ സെയിം. ഇത് രണ്ടും ഒന്നല്ല എന്നുള്ളതാണ് റിയാലിറ്റിയിൽ. തിയററ്റിക്കലി ഓവർ ഹെഡ് ഈസ് മച്ച് വൈഡർ ദാൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഓവർ ഹെഡ് എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെക്കാട്ടും വൈഡർ കോൺസെപ്റ്റിലുള്ള സംഗതിയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദിസ് ഈസ് ബിക്കോസ് അപ്പാർട്ട് ഫ്രം ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഓവർ ഹെഡ്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് അത് കഴിഞ്ഞിട്ട് ഇൻഡയറക്റ്റ് മെറ്റീരിയലും അതേപോലെ ഇൻഡയറക്റ്റ് ലേബറും കൂടി എന്തിൽ വരുന്നുണ്ട്, ഓവർ ഹെഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെക്കാട്ടും വൈഡർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ വൈഡർ സ്കോപ്പുള്ളൊരു സാധനമാണ് എന്ത് ഈ പറയുന്ന ഓവർ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് ദസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് ഓൺലി എ പാർട്ട് ഓഫ് ഓവർ ഹെഡ്. അതായത് ഓവർ ഹെഡിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എന്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ. അനദർ പോയിന്റ് ഇസ് ദാറ്റ് ഓവർ ഹെഡ് ആർ ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് ഓവർ ഹെഡ് എന്താണെന്ന് വെച്ചാൽ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് ഇതിൻ്റെ ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ, ഇൻഡയറക്റ്റ് ലേബറിൻ്റെ, അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ. ബട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ ആക്ച്വൽ എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ വേരിയസ് ഐറ്റംസ്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആക്ച്വൽ ഇൻകർ ചെയ്ത, അതായത് ശരിക്കും ഉണ്ടായിട്ടുള്ള ചിലവുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. പക്ഷേ ഓവർ ഹെഡ് എന്താണ് ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ്. അപ്പോൾ ഇത് പോയിന്റ്സ് ആയിട്ടുള്ള ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു പോയിന്റ് മുതൽ നോക്കുക. അതായത് ഓവർ ഹെഡ് ഈസ് മച്ച് വൈഡർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എഴുതുക ഓവർ ഹെഡ് ഈസ് മച്ച് വൈഡർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് നോട്ട് വൈഡർ ഓർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എ നാരോ കോൺസെപ്റ്റ് എന്ന് എഴുതുക. സെക്കൻഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഓവർ ഹെഡ് എന്ന് എഴുതുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ എഴുതുക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് ഓൺലി പാർട്ട് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ,
ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ആകെ വരുന്നത് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതുക. മൂന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതുക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് എ പാർട്ട് ഓഫ് ഓവർ ഹെഡ് എന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ത് ചെയ്തുക, നമ്മുടെ ഓവർ ഹെഡ്സ് ആർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് എഴുതുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ ആക്ച്വൽ കോസ്റ്റ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഓവർ ഹെഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് സ്റ്റെപ്സ് ഇൻ ഓവർ ഹെഡ് അക്കൗണ്ടിങ് ആണ്. അതായത് ഓവർ ഹെഡ് അക്കൗണ്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്. ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓവർ ഹെഡ് ബീങ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കനോട്ട് ബി ചാർജ് ഡയറക്ട്ലി ടു കോസ്റ്റ് യൂണിറ്റ് ഓർ ജോബ്. അതായത് ഓവർ ഹെഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായതുകൊണ്ട് ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ ഒരു ജോബിലേക്കോ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി അസർട്ടൈൻഡ് ഓൺലി വെൻ ഓവർ ഹെഡ്സ് ആർ ആഡഡ് ടു പ്രൈം കോസ്റ്റ്. അതായത് കൃത്യമായ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഓവർ ഹെഡ് എന്തിലേക്ക് ആഡ് ചെയ്യണം, പ്രൈം കോസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. ദ പ്രൊസീജിയർ ഓഫ് ലിങ്കിങ് ഓവർ ഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ് ഇൻവോൾവ് ഫോളോയിങ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പുകളാണ് എന്ത്, ഈ താഴെ പറയുന്ന ഫോളോയിങ് സ്റ്റെപ്സ് ആണ് ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ഓവർ ഹെഡ് വീതിച്ച് നൽകുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് വിച്ച് ഇൻവോൾവ്സ് ഇൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓവർ ഹെഡ്സ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതാണ് സ്റ്റെപ്സ്, 5 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്. ഓവർ ഹെഡിന് എന്ത് ചെയ്യുക, ആദ്യം തരംതിരിക്കുക, ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഓവർ ഹെഡിനെ കോഡിഫൈ ചെയ്യുക, ഓരോന്നിനും ഓരോ കോഡ് കൊടുക്കുക, അതേപോലെ അതിനെന്ത് ചെയ്യുക, അതിനെ കളക്ട് ചെയ്യുക. ഓക്കെ, തേർഡ് പോയിന്റ് ഈസ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. ഒന്ന് എന്ത് ചെയ്യുക, ഓവർ ഹെഡിനെ അലോക്കേറ്റ് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യുക, അതിനെ അപ്പോർഷൻ ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ്. നാലാമത്തെ പോയിന്റ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. അത് വീണ്ടും എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ് എന്ത് ചെയ്യുക, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഓവർ ഹെഡ് എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഓവർ ഹെഡിൻ്റെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്സ്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ആണ് വരുന്നത്. അപ്പോൾ ഓവർ ഹെഡിനെ എങ്ങനെയൊക്കെ തരം തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു എസ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഇസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ വേരിയസ് ഐറ്റംസ് ഓഫ് ഓവർ ഹെഡ് ഇൻ ഡിസ്റ്റിങ് ക്ലാസസ് ഓർ ഗ്രൂപ്പ്സ്. അതായത് ഗ്രൂപ്പ് ചെയ്യുക, ഓരോന്നിനും എന്ത് ചെയ്യുക, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുന്നതാണല്ലോ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അത് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. ഫോളോയിങ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. These can be classified according to function, according to elements, according to behavior and according to controllability. Overheads can be classified according to function, according to elements, according to behavior and according to controllability. Functions, elements, behavior, controllability. Okay, by heart പഠിക്കുക. Functions, elements, behavior, controllability. Okay, അപ്പോൾ classification according to function എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ classification according to functionൽ വരുന്നത് according to function overheads are classified into 5. 5 തരത്തിലാണ് ഓവർ ഹെഡ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫാക്ടറി ഓവർ ഹെഡ്, സെക്കൻഡ് വൺ ഈസ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, തേർഡ് വൺ ഈസ് സെല്ലിംഗ് ഓവർ ഹെഡ്, ഫോർത്ത് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർ ഹെഡ്. ആദ്യത്തെ ഫാക്ടറി ഓവർ ഹെഡ് ആണ്. അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ ആദ്യത്തേത് ഫാക്ടറി ഓവർ ഹെഡ് ആണ്. രണ്ടാമത്തേത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആണ്. മൂന്നാമത്തേത് സെല്ലിംഗ് ഓവർ ഹെഡ് ആണ്. നാലാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ്. അഞ്ചാമത്തേത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർ ഹെഡ് ആണ്. The explanation of these overheads I have already given in chapter 2. ഓക്കെ, നമ്മൾ ചാപ്റ്റർ 2 റിവിഷൻ ക്ലാസ്സിൽ ഓൾറെഡി എന്തുണ്ട്, ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഈസ് അക്കോർഡിംഗ് ടു എലമെൻറ്റ്സ്. എലമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അക്കോർഡിംഗ് ടു എലമെൻറ്റ്സ് ഓവർഹെഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ 5 തരത്തിലായിരുന്നു ഓവർഹെഡിന് ക്ലാസിഫൈ ചെയ്തത്. പക്ഷേ അക്കോർഡിംഗ് ടു എലമെൻറ്റ്സ് ഓവർഹെഡിന് 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഒന്ന് ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു എലമെൻറ്റ്സ് ക്ലാസിഫിക്കേഷൻ ഈസ് 3: ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്, നെക്സ്റ്റ് ബേസിസ് ഈസ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ നേച്ചർ. ബിഹേവിയർ അല്ലെങ്കിൽ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ നേച്ചർ ഓവർഹെഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ബിഹേവിയറും നേച്ചറിൻ്റെയും അടിസ്ഥാനത്തിൽ ഓവർഹെഡ് 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ഫിക്സ്ഡ് ഓവർഹെഡ്, രണ്ടാമത്തേത് വേരിയബിൾ ഓവർഹെഡ്, മൂന്നാമത്തേത് സെമി വേരിയബിൾ ഓവർഹെഡ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ആദ്യത്തെ 2 ബേസിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്ന ചാപ്റ്ററിൻ്റെ പേര് തന്നെ. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയറിലെ ഫസ്റ്റ് സബ് ടൈപ്പ് ആയിട്ടുള്ള ഫിക്സ്ഡ് ഓവർഹെഡ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് നോക്കാം. ഫിക്സ്ഡ് ഓവർഹെഡ് ആർ ദോസ് ഓവർഹെഡ്സ് വിച്ച് ഡു നോട്ട് വേരി ഡയറക്ട്ലി വിത്ത് വോളിയം ഓഫ് ഔട്ട്പുട്ട്.
അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഈ ഓവർ ഹെഡ് മാറുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്, ഫിക്സ്ഡ് ഓവർ ഹെഡ്. ദീസ് റിമെയിൻ ഫിക്സ്ഡ് ഫോർ എ ഗിവൺ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി. അതെന്താണ്, ഒരു ഗിവൺ റേഞ്ച് ഓഫ് ആക്ടിവിറ്റിയിൽ അത് ഒരേ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും. ആ ആക്ടിവിറ്റിൻ്റെ റേഞ്ച് മാറുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, അത് മാറുകയും ചെയ്യാം. ഓക്കെ, അതിൻ്റെ എന്ത് ചെയ്യുക, ഓവർ ഹെഡിൻ്റെ എമൗണ്ട് മാറുക. ഓക്കെ, ആൻഡ് വിത്തിൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫിക്സ്ഡ് ഓവർ ഹെഡ് ഇസ് ദാറ്റ് ദ ടോട്ടൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ബട്ട് എന്താണ് ഫിക്സ്ഡ് ഓവർ ഹെഡ് പെർ യൂണിറ്റ് ചേഞ്ച്. അതായത് ടോട്ടൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് 1000 ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു 1000 യൂണിറ്റോ അല്ലെങ്കിൽ 100 യൂണിറ്റ് ഉണ്ടാക്കാൻ 1000 രൂപ ഓവർ ഹെഡ് വരുന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഫിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ യൂണിറ്റിൽ മാറ്റം വരില്ല. പക്ഷേ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് യൂണിറ്റ് എന്താണ്, ഓരോ പെർ യൂണിറ്റ് ഓവർ ഹെഡിന് മാറ്റം വരും. ഇറ്റ് വിൽ വേരി. ഓക്കെ, അപ്പോൾ അതാണ് ഫിക്സ്ഡ് ഓവർ ഹെഡിനെ കുറിച്ച് പറയാനായിട്ട്. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ വേരിയബിൾ ഓവർ ഹെഡ് ആണ്. ഓക്കെ, എന്താണ് വേരിയബിൾ ഓവർ ഹെഡ് എന്ന് നോക്കാം. വേരിയബിൾ ഓവർ ഹെഡ്സ് ആർ ദോസ് ഓവർ ഹെഡ്സ് വിച്ച് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഓർ ആക്ടിവിറ്റി ലെവൽ. അതായത് പ്രൊഡക്ഷൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോൾ ഓവർ ഹെഡ് കൂടുകയും ആക്ടിവിറ്റി കുറയുമ്പോൾ ഓവർ ഹെഡ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേര് എന്താണ്, വേരിയബിൾ ഓവർ ഹെഡ് ആണ്. ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്തായിരുന്നു, പ്രൊഡക്ഷൻ്റെ ആക്ടിവിറ്റി കൂടിയാലും കുറഞ്ഞാലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓവർ ഹെഡ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചിലവ് വരികയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ്. ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമല്ല ഓവർ ഹെഡ് നമുക്കറിയാം, പക്ഷേ എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയലും ലേബറും ഒക്കെ അടങ്ങുന്നത് തന്നെയാണ് ഓവർ ഹെഡ്. അത് ഫിക്സ്ഡ് ആണെങ്കിൽ എന്താണ്, എത്ര ആക്ടിവിറ്റി കൂടിയാലും കുറഞ്ഞാലും അത് ഒരേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് ഫിക്സ്ഡ് ഓവർ ഹെഡും. ആക്ടിവിറ്റി കൂടുമ്പോൾ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് കൂടുകയും ആക്ടിവിറ്റി കുറയുമ്പോൾ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത്, വേരിയബിൾ ഓവർ. ശ്രദ്ധിക്കുക നിങ്ങൾ, ദ മെയിൻ ഫീച്ചർ ഓഫ് വേരിയബിൾ ഓവർ ഹെഡ് ഇസ് ദാറ്റ് ടോട്ടൽ വേരിയബിൾ ഓവർ ഹെഡ് ചേഞ്ചസ് ബട്ട് വേരിയബിൾ പെർ ഓവർ ഹെഡ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതായത് ഓരോ പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന വേരിയബിൾ ഓവർ ഹെഡിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, അതായത് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഓരോ യൂണിറ്റിൽ വരുന്ന വേരിയബിൾ ഓവർ ഹെഡിന് യാതൊരു വിധ മാറ്റം വരില്ല. പക്ഷേ യൂണിറ്റ് കൂടിയാൽ ടോട്ടൽ വേരിയബിൾ ഓവർ ഹെഡ് കൂടും, യൂണിറ്റ് കുറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ ഓവർ ഹെഡ് കുറയും. ഓക്കെ, അതായത് ഫിക്സ്ഡിന് നേരെ വിപരീതമായിട്ടാണ് വേരിയബിൾ ഓവർ ഹെഡിൽ വരിക. ഇനി തേർഡ് വൺ ഈസ് സെമി വേരിയബിൾ ഓവർ ഹെഡ്. സെമി വേരിയബിൾ ഓവർ ഹെഡ് ആണ്. അതായത് ഇതിന് ഫിക്സ്ഡിൻ്റെയും എന്താണ് നമ്മുടെ വേരിയബിളിൻ്റെയും സ്വഭാവങ്ങളുള്ളതാണ് സെമി വേരിയബിൾ ഓവർ ഹെഡ് എന്ന് വെച്ചാൽ. സെമി വേരിയബിൾ ഓവർ ഹെഡ്സ് ആർ ദോസ് ഓവർ ഹെഡ്സ് വിച്ച് ആർ നെയ്തർ ഫുള്ളി ഫിക്സ്ഡ് ഓർ ഫുള്ളി വേരിയബിൾ. അതായത് ഫുള്ളി ഫിക്സ്ഡും ഫുള്ളി വേരിയബിളും അല്ലാത്ത ഓവർ ഹെഡ്സ് ആണെന്ത്, ഈ സെമി വേരിയബിൾ ഓവർ ഹെഡ്സ്. ദേ ആർ പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. കുറച്ച് ഫിക്സ്ഡ് ഓവർ ഹെഡ് ആണ്, കുറച്ച് എന്താണ് വേരിയബിൾ ഓവർ ഹെഡും ആണ്. അപ്പോൾ രണ്ടിൻ്റെയും സവിശേഷതകളുള്ള ഓവർ ഹെഡുകളാണെന്ത്, ഈ സെമി വേരിയബിൾ ഓവർ ഹെഡ്സ്. ദീസ് ഓവർ ഹെഡ്സ് വേരി വിത്ത് ആക്ടിവിറ്റി ലെവൽ ബട്ട് നോട്ട് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. അതായത് ആക്ടിവിറ്റി ലെവലിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഓവർ ഹെഡ് മാറും. അതായത് ഇപ്പോൾ ഒരു ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ ഒരു എമൗണ്ട്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലാകുമ്പോൾ നെക്സ്റ്റ് എമൗണ്ട്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലാകുമ്പോൾ നെക്സ്റ്റ് എമൗണ്ട്, അങ്ങനെ പോകുന്നതാണ് എന്ത്, ഈ സെമി വേരിയബിൾ ഓവർ ഹെഡ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു പ്രൊഡക്ഷൻ വേരിയബിൾ ഓവർ ഹെഡിന് അതേപോലെ തന്നെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു പ്രൊഡക്ഷനിൽ എന്ത് വരില്ല, മാറ്റങ്ങൾ സെമി വേരിയബിൾ ഓവർ ഹെഡിൽ വരില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സെമി വേരിയബിൾ ഓവർ ഹെഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതൊക്കെയായിരുന്നു നമ്മൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നേച്ചർ ഓർ ബിഹേവിയറിൽ പറയാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈപ്പ് ആയിരുന്നു ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി ആണ്. അതിൽ 2 തരം ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. വൺ ഈസ് കൺട്രോളബിൾ ക്ലാസിഫിക്കേഷൻ ഓർ കൺട്രോളബിൾ ഓവർ ഹെഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അൺകൺട്രോളബിൾ ഓവർ ഹെഡ്. അതായത് ക്ലാസിഫിക്കേഷൻ്റെ കൺട്രോളബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 2 തരം ഓവർ ഹെഡുകളാണ് വരുന്നത്. ഒന്ന് കൺട്രോളബിൾ ഓവർ ഹെഡും ഒന്ന് അൺകൺട്രോളബിൾ ഓവർ ഹെഡും. അപ്പോൾ എന്താണ് കൺട്രോളബിൾ ഓവർ ഹെഡ്? കൺട്രോളബിൾ ഓവർ ഹെഡ്സ് ആർ ദോസ് വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് എഫക്റ്റീവ്ലി ഇഫ് പ്രോപ്പർ മാനേജ്മെൻറ്റ് കൺട്രോൾ ഈസ് എക്സസൈസ്. മാനേജ്മെൻറ്റിന് കൃത്യമായ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഓവർ ഹെഡുകളാണ് എന്ത്, കൺട്രോളബിൾ ഓവർ ഹെഡ്. അൺകൺട്രോളബിൾ ഓവർ ഹെഡ്സ് എന്താണ്, മാനേജ്മെൻറ്റ് എത്ര എഫിഷ്യൻ്റ് ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഓവർ ഹെഡ്സ് ആണെന്ത്, അത് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് ആണെന്ത്, ഈ അൺകൺട്രോളബിൾ ഓവർ ഹെഡ്സ്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സിനെ കുറിച്ച് ചോദിച്ചാൽ ഏതാണുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ ഇതിൻ്റെ കണ്ടൻറ്റ് ചെറുതാണെന്ന് കരുതരുത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ്, നമ്മൾ ആദ്യം കണ്ട ചില ക്ലാസിഫിക്കേഷൻസിൻ്റെ ബേസിസിലുള്ള സംഗതികൾ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ പോയി റെഫർ ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിന് നോട്ട് തയ്യാറാക്കുക. എന്നിട്ട് അത് ഒരു എസ്സേക്കുള്ള രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡ് ഹെഡിങ് നോക്കാം. കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ് ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ആയിരുന്നു ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓവർ ഹെഡ്. ഓക്കെ, സെക്കൻഡ് വാസ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ എന്താണ് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ് നോക്കാം. ആഫ്റ്റർ ഓവർ ഹെഡ്സ് ഹാവ് ബീൻ ക്ലാസിഫൈഡ്, ദേ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് അണ്ടർ സൂട്ടബിൾ ഹെഡിങ്സ്. അതായത് ഓവർ ഹെഡ് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
അതിനെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, ഇൻറ്റു സൂട്ടബിൾ ഹെഡിങ്സ്. ഓരോ ഹെഡിങ്ങിന് അണ്ടറിലായിട്ട് അതിനെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഡിപ്രിസിയേഷൻ റിലേറ്റിംഗ് ടു ബിൽഡിംഗ് ഓർ എനി അതർ ഫാക്ടറി അസറ്റ് വിൽ കം അണ്ടർ ദ ഹെഡിങ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ പോലുള്ള ഓവർ ഹെഡുകൾ എന്താണ്? ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിന് അണ്ടറിലാണ് എന്ത് വരിക. ഓക്കെ, ആഫ്റ്റർ ഗ്രൂപ്പിംഗ് എ കോഡ് നമ്പർ ഈസ് അലോട്ടഡ് ടു ഈച്ച് ഹെഡ് ഓഫ് എക്സ്പെൻസ്. അതായത് ഈ ഗ്രൂപ്പിംഗ് ഈ ഹെഡിങ്ങിന് അണ്ടറിൽ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഹെഡിങ്ങിന് അണ്ടറിൽ വരുന്ന എല്ലാത്തിനും കൂടി എന്ത് ചെയ്യും? ഒരു കോഡ് നെയിം കൊടുക്കും. അതിൻ്റെ പേരാണ് എന്ത്? കോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ. സച്ച് എ പ്രൊസീജിയർ ഓഫ് അലോട്ടിംഗ് എ നമ്പർ ഓർ സിമ്പിൾ ഈസ് കോൾഡ് കോഡിഫിക്കേഷൻ. ഓക്കെ, സച്ച് എ പ്രൊസീജിയർ ഓഫ് അലോട്ടിംഗ് എ നമ്പർ ഓർ സിമ്പിൾ ഈസ് കോൾഡ് കോഡിഫിക്കേഷൻ. അങ്ങനെ ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്ന നമ്പറോ സിമ്പിളിൻ്റെയോ പേരാണ് എന്ത്? കോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ. ദസ് കോഡിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഇസ് ദ പ്രോസസ് ഓഫ് അലോട്ടിംഗ് നമ്പർ ഓർ സിമ്പിൾ ടു ഈച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ഓവർഹെഡ് ഫോർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ. ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഓരോ സബ് ഗ്രൂപ്പിന് കൊടുക്കുന്ന ഈ പറയുന്ന എന്താണ്? നമ്പർ അല്ലെങ്കിൽ സിമ്പിൾ ആണെന്ത്? കോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ. കോഡ്സ് ആർ ഹെൽപ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ഇൻ ക്ലാസിഫിക്കേഷൻ, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ. ക്ലാസിഫിക്കേഷനും അക്കൗണ്ടിങ്ങിനും കൺട്രോളിനും കോഡ്സ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ എന്താണ് കോഡിഫിക്കേഷൻ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇത്രയും പോയിന്റ് ഒന്ന് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ച് പഠിക്കുക. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ചെറിയ നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കണം പഠിക്കുമ്പോൾ. നോട്ട് ഇല്ലാത്തവർ പറയാണ്, നോട്ട് തയ്യാറാക്കാത്തവർ പറയാണ്, നമ്മുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോട്ട്സ് വെച്ച് പഠിച്ചാലാണ് മാക്സിമം നമ്മുടെ മെമ്മറിയിലേക്ക് എന്ത് കാര്യങ്ങൾ കയറുക. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞത് ഓവർഹെഡ്സ് ആർ കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ആൻഡ് പുട്ട് ദം അണ്ടർ സൂട്ടബിൾ അക്കൗണ്ട് ഹെഡിങ്. അതായത് ഓവർഹെഡ് മറ്റ് പല സോഴ്സുകളിൽ നിന്ന് എടുത്തിട്ട് ഓരോ അക്കൗണ്ട് ഹെഡിങ്ങിലേക്ക് അത് കൊടുക്കുന്നു. ദിസ് ഈസ് നോൺ ആസ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. അതിൻ്റെ പേരാണ് എന്ത്? കളക്ഷൻ ഓഫ് ഓവർഹെഡ്. ഓക്കെ, അപ്പോൾ കോഡിഫിക്കേഷൻ എന്താണെന്നും കളക്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആൻസേഴ്സ് എഴുതി വെക്കുക. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്. അതിൻ്റെ നമ്മുടെ ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പിലെ മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നത്. അതിന് മറ്റൊരു പേരുണ്ടായിരുന്നു, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. ഓക്കെ, ആഫ്റ്റർ ക്ലാസിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് ഓവർഹെഡ്സ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്സ് ടു ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ്. അതായത് ഈ ക്ലാസിഫിക്കേഷനും കോഡിഫിക്കേഷനും കളക്ഷനും കഴിഞ്ഞാൽ അടുത്തതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ഈ ഓവർഹെഡിന് ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മീനിങ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ്. ഫോർ ദ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് വർക്കിംഗ് എ ഫാക്ടറി ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് സബ് ഡിവിഷൻസ്. വളരെ സ്മൂത്തായ വർക്കിങ്ങിന് ഒരു ഫാക്ടറി എന്താണ്? അത് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. എന്ത്? നമ്പർ ഓഫ് സബ് ഡിവിഷൻസിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ദീസ് സബ് ഡിവിഷൻസ് ഓർ സെക്ഷൻസ് ആർ നോൺ ആസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു ഫാക്ടറിയുടെ സ്മൂത്തായ വർക്കിംഗ്, അതായത് അതിനൊരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതിനൊരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതിനൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടൊരു ഫാക്ടറിയെ മാറ്റുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ്. ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേരാണ് എന്ത്? കോസ്റ്റ് സെൻറ്റേഴ്സ്. ഓക്കെ, ദർ ആർ ടു, നെക്സ്റ്റ് പേജിലാണ് അതിൻ്റെ ബാക്കി. ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, നെയിംലി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ട് തരം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ഒന്ന് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് എൻഗേജ് ചെയ്യപ്പെടുന്നത്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിലാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ മെൻറ്റ് ടു പ്രൊവൈഡ് സർവീസസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ്? പ്രൊഡക്ഷന് വേണ്ട സർവീസിന് വേണ്ടിയിട്ടാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളത്. ഓക്കെ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, സ്റ്റോഴ്സ്, ഇൻസ്പെക്ഷൻ, payroll and accounts, purchase department, etc. are under service department. Okay, are examples of service department. When overheads are incurred in a factory, it means that they are incurred for and on behalf of all of these department. Overhead വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത് വന്നു എന്നുള്ളതാണ്. Therefore the overhead are to be charged to these department. അതുകൊണ്ട് തന്നെ അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ചാർജ് ചെയ്യപ്പെടണം എന്നുള്ള നിർബന്ധമാണ്. ഓക്കെ, the process of allocation and apportionment of overheads to various departments is called departmentalization of overheads or primary distribution. ഇതിന് മറ്റൊരു പേരാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുക? ഈ ഓവർഹെഡിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പേരാണെന്ത്? ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്. ഓക്കെ, അപ്പോൾ അതിന് ചില അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഓർ പെർപ്പസസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. അതായത് എന്ത് കാരണം കൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ആക്യുറേറ്റ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. കൃത്യമായ ചെലവ് കണ്ടുപിടിക്കാനായിട്ട് ഇത് സഹായിക്കും. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് സഹായിക്കും. സെക്കൻഡ് പോയിന്റ് ആണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ഓഫ് ഓവർഹെഡ്. അതായത് ഓവർഹെഡ് നിയന്ത്രിക്കാൻ സഹായിക്കും.
by comparing actuals with budgeted overhead. ബഡ്ജറ്റ് ചെയ്യപ്പെട്ട ഓവർഹെഡായിട്ട് ഇത് താരതമ്യം ചെയ്ത് നോക്കിയിട്ട് ഇത് എന്ത് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സസൈസിങ് കൺട്രോൾ ഓവർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ എന്താണ് ഈ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ് കാരണം എന്താണ് പോസിബിൾ ആവും. ഇനി നാലാമത്തെ പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി ഫിക്സ്ഡ് ഓവർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനും കൂടുതൽ എന്താണ് ചുമതലകൾ കൊടുക്കാൻ റെസ്പോൺസിബിൾ ആക്കാൻ സാധിക്കും. ഫോർ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്ങിനായിട്ട് അതൊക്കെ സഹായിക്കും. അഞ്ചാമത്തെ പോയിന്റ് നോക്കാം, ഇറ്റ് ഹെൽപ്സ് ഇൻ ആക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ് ആൻഡ് എസ്റ്റിമേഷൻ. ഇത് കൃത്യമായ ആക്യുറേറ്റ് ആയ ഫോർകാസ്റ്റിങ്ങിനും എസ്റ്റിമേഷനും എന്താണ് ഇത് സഹായിക്കും. ആറാമത്തെ പോയിന്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കറക്റ്റ് അസർടൈൻമെൻറ്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. കൃത്യമായ അസർടൈൻമെൻറ്റ്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കൃത്യമായ അസർടൈൻമെൻറ്റിന് ഇത് സഹായിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കറക്റ്റ് അസർടൈൻമെൻറ്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇനി എന്താണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ്റെ സ്റ്റെപ്സിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, സ്റ്റെപ്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്. അപ്പോൾ ഓവർഹെഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് full amount of overhead cost to a particular department. അലോക്കേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർഹെഡ് കിട്ടിയാൽ അത് ഫുള്ളായിട്ടും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്ക് ചാർജ് ചെയ്യുന്നതിൻ്റെ പേരാണെന്ത് ഈ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് വെച്ചാൽ. അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് ഇസ് പോസിബിൾ ഓൺലി വെൻ ദ നേച്ചർ ഓഫ് എക്സ്പെൻസ് ഇസ് സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. കൃത്യമായിട്ട് നമുക്കൊരു കോസ്റ്റ് സെൻറ്ററിലേക്കോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാവുന്നു ഈ ഒരു ഓവർഹെഡ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ അത് അലോക്കേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ഫുള്ളായിട്ട് ആ ഓവർഹെഡ് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങ് ചാർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്, കംപ്ലീറ്റ്ലി ചാർജിങ് ആൻ ഓവർഹെഡ് ടു എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ സാലറി പെയ്ഡ് ടു സെയിൽസ് മാനേജർ ഓവർഹെഡ് ആണ്. സെയിൽസ് മാനേജർ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ഒരാളല്ല, അയാൾ സെല്ലിങ്ങിന് സഹായിക്കുന്ന ആളാണ്. അപ്പോൾ അതൊരു ഓവർഹെഡ് ആണ്, അയാൾക്ക് കൊടുക്കുന്ന ശമ്പളം ഒരു ഓവർഹെഡ് ആണ്. ബട്ട് ദാറ്റ് ഓവർഹെഡ് ക്യാൻ ബി അലോക്കേറ്റഡ് ടു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. ആ ഓവർഹെഡ് എന്നാണ് നമുക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് വെച്ചാൽ. അടുത്തത് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ആണ്. ദോസ് ഓവർഹെഡ്സ് വിച്ച് കനോട്ട് ബി ഫുള്ളി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ കോസ്റ്റ് സെൻറ്റർ ആർ ടു ബി അപ്പോർഷൻ ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ കോസ്റ്റ് സെൻറ്റേഴ്സ്. അതായത് ചില ഓവർഹെഡുകൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അത് അപ്പോർഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ദ പ്രോസസ് ഓഫ് ചാർജിങ് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് ഓവർഹെഡ്സ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ സൂട്ടബിൾ ബേസിസ് ഇസ് നോൺ ആസ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്, ദ പ്രോസസ് ഓഫ് ചാർജിങ് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട്, അതായത് ഓവർഹെഡിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഓരോ ബേസിസ് വെച്ചിട്ട് ചാർജ് ചെയ്ത് കൊടുക്കുന്ന പേരാണെന്ത് ഈ പറയുന്ന അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. അതായത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഒരു ഓവർഹെഡ് വന്നു, ഒരു കോസ്റ്റ് വന്നു, അത് എന്താണ് കൃത്യമായിട്ട് അറിയാം ഡിപ്പാർട്ട്മെൻറ്റിലാണെന്നുള്ളത്, അത് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ചിലവ് വന്നു, അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എവിടുന്നാണ് വന്നതെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് പ്രൊപ്പോർഷനേറ്റ്ലി ഒരു ബേസിസ് വെച്ചിട്ട് പ്രൊപ്പോർഷനേറ്റ്ലി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ചാർജ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പേരാണ് എന്ത് ഈ പറയുന്ന അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. ദസ് ദ നീഡ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് അറൈസ് വെൻ അലോക്കേഷൻ ഇസ് നോട്ട് പോസിബിൾ. അലോക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ മാത്രമാണ് എന്ത് വരിക, അപ്പോർഷൻമെൻറ്റ് വരിക. ഫോർ എക്സാമ്പിൾ സാലറി പേ ടു ജനറൽ മാനേജർ കനോട്ട് ബി അലോക്കേറ്റഡ് ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു ജനറൽ മാനേജർ, എല്ലാ മാനേജർമാരുടെയും മുകളിൽ വരുന്ന ഒരാളാണ് ജനറൽ മാനേജർ. അയാൾ പക്ഷേ പ്രൊഡക്ഷനിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആളല്ല, ഡയറക്റ്റ് എക്സ്പെൻസിലായി കൊടുക്കുന്ന ശമ്പളം. പക്ഷേ എന്താണ് അയാൾ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്ന ആളുമല്ല. അപ്പോൾ അയാൾക്ക് കൊടുത്ത ശമ്പളം എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതെന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും കൃത്യമായിട്ട് അതിൻ്റെ വീതങ്ങൾ ചാർജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. therefore it should be apportioned to various departments on equitable basis. അതായത് ഇക്വിറ്റബിൾ ബേസിസിൽ എന്താണ് ഒരു ഈക്വൽ പ്രൊപ്പോർഷനിൽ ആ പ്രൊപ്പോർഷൻ ബേസിസ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുക, ചാർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് അപ്പോർഷൻമെൻറ്റ് ഓഫ് നമ്മുടെ ഓവർഹെഡ് എന്ന് വെച്ചാൽ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അലോക്കേഷൻ ആൻഡ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്പോർഷൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അലോക്കേഷനിൽ പറഞ്ഞത് ഇറ്റ് ഡീൽസ് വിത്ത് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓൾ ഐറ്റംസ് ഓഫ് കോസ്റ്റ്. അതായത് ഹോൾ ഐറ്റംസ് ഓഫ് കോസ്റ്റിനെ പറ്റിയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഫുള്ളായിട്ടൊരു കോസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഓവർഹെഡ് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഡീൽസ് വിത്ത് അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻസ് ഓഫ് ഐറ്റംസ് ഓഫ് കോസ്റ്റ്. അത് കോസ്റ്റിന് പ്രൊപ്പോർഷൻസിനെ പറ്റിയിട്ടാണ് എന്ത്
അപ്പോർഷൻമെൻറ്റ് ഡീൽ ചെയ്യുന്നത്. കാരണം അത് പ്രൊപ്പോർഷനേറ്റ്ലി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അലോക്കേഷൻ ഇറ്റ് ഇസ് എ ഡയറക്റ്റ് പ്രോസസ്സാണ്. അത് ഡയറക്റ്റായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ഇൻഡയറക്റ്റ് പ്രോസസ്സാണ്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് മൂന്നാമത്തെ പോയിന്റ്, ദർ ഇസ് നോ നീഡ് ടു ചൂസ് എ ബേസ്. ഇവിടെ ഒരു ബേസ് ഒന്നും ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്താണ് ഇവിടെ ഒരു ബേസ് നമ്മൾ ചൂസ് ചെയ്യണം. അത് പ്രൊപ്പോർഷനേറ്റ് ആക്കാൻ ഒരു അടിസ്ഥാനം വേണം നമുക്ക്. ആ അടിസ്ഥാനം നമ്മൾ ചൂസ് ചെയ്യണം. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഇസ് എ സിമ്പിൾ പ്രോസസ്സ്. ഇതൊരു വളരെ സിമ്പിളായ പ്രോസസ്സാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സെയിൽസ് മാനേജർ കൊടുത്ത ചിലവ് അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്ത ശമ്പളം എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് എന്താ ചെയ്യുക, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അലോക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ എന്താണ്, ഇറ്റ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്താണ്, അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഇനി കോസ്റ്റ് അലോക്കേഷൻ എന്താണ്, ഇത് ആക്യുറേറ്റ് ആണ്. കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്താണ്, ഇറ്റ്സ് ഓൺലി അപ്രോക്സിമേറ്റ് ആണ്. അത് വെറും അപ്രോക്സിമേറ്റ് ആണ്. ഇത് കൃത്യമായി ആക്യുറേറ്റ് ആണ്. ഇത് എന്താണ്, വെറും അപ്രോക്സിമേറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്പോർഷൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സ്റ്റേജസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്. അതായത് ഓവർഹെഡ് അപ്പോർഷൻമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, സ്റ്റേജസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്. പ്രധാനമായിട്ടും രണ്ട് സ്റ്റേജുകളുള്ളത്. അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് രണ്ട് സ്റ്റേജുകളുള്ളത്. ഒന്ന് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജും ഒന്ന് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജും. ഓക്കെ, വെൻ ഓവർഹെഡ്സ് ആർ അപ്പോർഷൻ ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ദാറ്റ് ഈസ് ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇറ്റ്സ് കോൾഡ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഓവർഹെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ഇത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. വെൻ ടോട്ടൽ ഓഫ് ഓവർഹെഡ്സ് അലോക്കേറ്റഡ് ആൻഡ് അപ്പോർഷൻഡ് to service department as per primary distribution are apportioned again to the production department is called secondary distribution. അതായത് ഈ ഓവർഹെഡിൻ്റെ ടോട്ടൽ ഈ അലോക്കേറ്റ് ചെയ്തതും അപ്പോർഷൻ ചെയ്തതും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അതാണ് സ്റ്റേജസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് അടുത്ത സൈഡ് ഹെഡിങ് നമുക്ക് നോക്കാം. ബേസസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. അതായത് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്യാൻ എന്തൊക്കെ ബേസസ് ആണ്, എന്തൊക്കെ അടിസ്ഥാനങ്ങളാണുള്ളത് എന്നുള്ളതാണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സിൽ എന്തൊക്കെയാണ് അതിൻ്റെ ബേസസ് എന്നുള്ളതാണ്. ഓക്കെ, കോമൺ എക്സ്പെൻസസ്, ദാറ്റ് ഈസ് ഓവർഹെഡ്സ് വിച്ച് കനോട്ട് ബി അലോക്കേറ്റഡ് ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത കോമൺ എക്സ്പെൻസസ് ഹാവ് ടു ബി അപ്പോർഷൻഡ് ടു ഓൺ ആൻ ഇക്വിറ്റബിൾ ബേസിസ്. അതായത് ഒരു ഇക്വിറ്റബിൾ ബേസിസ് ആയിരിക്കണം ഇത് അപ്പോർഷൻ ചെയ്യേണ്ടത്. ദ ഫോളോയിങ് ബേസസ് ആർ മോസ്റ്റ് കോമൺലി എംപ്ലോയിഡ് ഫോർ ഓവർഹെഡ് അപ്പോർഷൻമെൻറ്റ്. അപ്പോൾ താഴെ പറഞ്ഞ ബേസസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അപ്പോർഷൻമെൻറ്റ് ബേസസ് എന്ന് വെച്ചാൽ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്ലോർ ഏരിയ. ആദ്യത്തെ ബേസ് ആണ് ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയ ഈസ് യൂസ്ഡ് ഫോർ അപ്പോർഷൻമെൻറ്റ് ഓഫ് സർട്ടൻ എക്സ്പെൻസ് ലൈക്ക് റെൻറ്റ്, റേറ്റ്സ്, ടാക്സസ് എക്സെട്ര. അതായത് റെൻറ്റ്, റേറ്റ്, ടാക്സ് പോലുള്ള ഈ ഓവർഹെഡ്സിൻ്റെ അപ്പോർഷൻമെൻറ്റ് ഏറ്റവും സഹായിക്കുന്ന ഒരു ബേസാണ് ഫ്ലോർ ഏരിയ. എത്ര ഫ്ലോർ ഏരിയ ആണ് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഫോർ ബിൽഡിംഗ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ്, എയർ കണ്ടീഷനിങ് എക്സെട്ര. അപ്പോൾ എയർ കണ്ടീഷനിൽ വരുന്ന റെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ചാർജൊക്കെ എന്ത് ചെയ്യുക, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എത്ര ഫ്ലോർ ഏരിയ എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് റെൻ്റ് ആവാം, അത് റേറ്റ് ആവാം, ടാക്സ് ആവാം, ഇതുപോലുള്ള കാര്യങ്ങളാവാം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് ആണ് ഡയറക്റ്റ് വേജസ്. എക്സ്പെൻസസ് വിച്ച് ഡയറക്ട്ലി വേരി വിത്ത് വേജസ് പെയ്ഡ് ക്യാൻ ബി അപ്പോർഷൻഡ് ഓൺ ദിസ് ബേസിസ്. അതായത് ഡയറക്റ്റ് വേജിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുക, നമുക്ക് അപ്പോർഷൻ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ചിലവുകൾ വരികയാണെങ്കിൽ അത് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, അപ്പോർഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ വർക്ക്മെൻ കോമ്പൻസേഷൻ, കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ, കോൺട്രിബ്യൂഷൻ ടു ESI, ഇൻഷുറൻസ് ഓഫ് വർക്കേഴ്സ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ദിസ് ബേസിസ്. അതായത് PF-ൻ്റെ കോൺട്രിബ്യൂഷൻ, ESI-ൻ്റെ കോൺട്രിബ്യൂഷൻ, വർക്ക്മെൻ കോൺട്രിബ്യൂഷൻ, ഇൻഷുറൻസ് ഓഫ് വർക്കേഴ്സ്, ഈ വക ഓവർ ഹെഡ്സ് ഒക്കെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക. പ്രൊപ്പോർഷനേറ്റ്ലി എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. ഓരോ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ഈ എക്സ്പെൻസസ് അപ്പോർഷൻ ചെയ്യുക. അപ്പോൾ ക്യാൻറ്റീൻ എക്സ്പെൻസ്, വെൽഫെയർ എക്സ്പെൻസ്, സാലറീസ് ഓഫ് ടൈം കീപ്പേഴ്സ്, മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. നാലാമത്തെ പോയിന്റ് നമ്പർ ഓഫ് ലേബർ ഹവേഴ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ലേബർ ഹവേഴ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന നമ്പർ ഓഫ് ലേബർ ഹവേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓവർ ഹെഡ്സിനെ അപ്പോർഷൻ ചെയ്യാം. ദിസ് ബേസിസ് ഈസ് അഡോപ്റ്റഡ് ഫോർ ദ അപ്പോർഷൻമെന്റ് ഓഫ് സാലറീസ് ഓഫ് ഇൻസ്പെക്ടർ, സാലറീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആൻഡ് അതർ ഓഫീസ് എക്സ്പെൻസ്. മറ്റ് ഓഫീസ് എക്സ്പെൻസ് അല്ലെങ്കിൽ സാലറി ഓഫ് സൂപ്പർവൈസർ, ഇൻസ്പെക്ടർ, ഈ വക കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപ്പോർഷൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട്
ഇനി അഞ്ചാമത്തെ പോയിന്റ് ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ് ആണ്. അസറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്ന അസറ്റിന്റെ ക്യാപിറ്റൽ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്പോർഷൻ ചെയ്യാം. ദിസ് ബേസ് ഈസ് യൂസ്ഡ് ഫോർ അപ്പോർഷൻമെന്റ് ഓഫ് ഡിപ്രിസിയേഷൻ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ഇൻഷുറൻസ് റേറ്റ്സ് ആൻഡ് ടാക്സസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്പോർഷൻ ചെയ്യാം. ഇനി ആറാമത്തെ പോയിന്റ് നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ലൈറ്റ് പോയിന്റ് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്പോർഷൻ ചെയ്യാം. നെക്സ്റ്റ് ബേസിസ് എന്താണെന്ന് വെച്ചാൽ ഹോസ് പവർ ഓഫ് മെഷീൻസ് ആണ്. മെഷീൻസിന്റെ ഹോസ് പവറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്പോർഷൻ ചെയ്യാം. പവർ എക്സ്പെൻസസ് ആർ അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹോസ് പവർ ഓഫ് മെഷീൻസ്. മെഷീൻസിന്റെ ഹോസ് പവറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്പോർഷൻ ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് ടെക്നിക്കൽ എസ്റ്റിമേറ്റ്സ് ആണ്. ടെക്നിക്കൽ എസ്റ്റിമേറ്റ്സ്, ദർ ആർ സർട്ടൻ എക്സ്പെൻസസ് വിച്ച് കനോട്ട് ബി അപ്പോർഷൻഡ് ഓൺ എനി അബവ് ബേസസ്. അപ്പോൾ താഴെ കൊടുത്ത ബേസിന്റെ അടിസ്ഥാനത്തിൽ, താഴെ കൊടുത്ത 7 ബേസസിന്റെ അടിസ്ഥാനത്തിൽ അപ്പോർഷൻ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസസ് വരും. അപ്പോൾ അത്തരം എക്സ്പെൻസുകൾ എന്താണ്, അതിന് വേറെ ടെക്നിക്കൽ അപ്പോർഷൻമെന്റ് ആണ് ആവശ്യം വരിക. അതായത് ഇന്റേണൽ ട്രാൻസ്പോർട്ട്, സ്റ്റീം, വാട്ടർ, സൺട്രി എക്സ്പെൻസസ്, ഡയറക്ടേഴ്സ് ഫീസ്, അതേപോലെ വർക്ക്സ് മാനേജർ സാലറി ആർ അപ്പോർഷൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ടെക്നിക്കൽ estimates. The above basis can be reproduced in the form of the following table for better understanding. അപ്പോൾ താഴെ പറഞ്ഞ ടേബിൾ, ഇപ്പോൾ മേലെ കൊടുത്ത ഈ പോയിന്റ്സ് അതേപോലെ തന്നെ താഴെ ടേബിൾ ഫോമിൽ കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടേബിൾ നോക്കാം നമുക്ക്. അപ്പോൾ ഓരോ ഓവർഹെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അവിടെ എന്താണ് ഐറ്റം കൊടുത്തിട്ടുണ്ട്, ഇവിടെ ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെന്റ്, റേറ്റ്, ടാക്സ് വരിക, ഫ്ലോർ ഏരിയൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ബേസ് ഓഫ് അപ്പോർഷൻമെന്റ് വരിക. അത് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ടേബിൾ നിങ്ങൾ മാക്സിമം ഒന്ന് ബൈഹാർട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, റെന്റ്, റേറ്റ്, ടാക്സ് ഈസ് ഈക്വൽ ടു ഫ്ലോർ ഏരിയ. അതുപോലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ഫ്ലോർ ഏരിയൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിപ്രിസിയേഷൻ ഈസ് ഈക്വൽ ടു അസറ്റ് വാല്യൂ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്ന അസറ്റ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ടോട്ടൽ ഡിപ്രിസിയേഷൻ അപ്പോർഷൻ ചെയ്യേണ്ടത്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ഈക്വൽ ടു അസറ്റ് വാല്യൂ. ദെൻ ഇൻഷുറൻസ് ഓഫ് അസറ്റ് ഈസ് ഈക്വൽ ടു ഓൾസോ അസറ്റ് വാല്യൂ. ഓക്കെ, സിക്സ്ത് പോയിന്റ് ഈസ് ലൈറ്റിംഗ്, which is equal to number of light points or number of employees or floor area. അപ്പോൾ ലൈറ്റ് പോയിന്റ്സിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് ലൈറ്റിംഗ് വരുന്നത്. ഏഴാമത്തെ പോയിന്റ് പവർ ആണ്. അത് വരുന്നത് നമ്മുടെ ഹോസ് പവർ ഓഫ് മെഷീൻ ഓർ ഹോസ് പവർ ഇൻ ടു ഹവേഴ്സ് ഓർ കിലോ വാട്ട് ആണ്. ഹോസ് പവറിൻ്റെ അടിസ്ഥാനത്തിലാണ് പവർ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് സൂപ്പർവിഷൻ ആണ്. അത് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓർ എംപ്ലോയീസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്യാൻറ്റീൻ എക്സ്പെൻസസ്. അത് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോർഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ടൈം കീപ്പിംഗ് എക്സ്പെൻസ്, നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത്. ടൈം കീപ്പിംഗ് എക്സ്പെൻസ്. വെൽഫെയർ എക്സ്പെൻസ് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. വർക്ക്മെൻ കോമ്പൻസേഷൻ നമ്പർ ഓഫ് വർക്കേഴ്സും ആണ്. ചിലപ്പോൾ ഡയറക്റ്റ് വേജസും എടുക്കാറുണ്ട്. ഓവർ ടൈം കോസ്റ്റ് എന്നാണ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ESI PF ഒക്കെ ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജനറൽ ഓവർഹെഡ് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്റ്റോർസ് ഓവർഹെഡ് വാല്യൂ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജ് വെയ്റ്റും നമ്പേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ആണ്. അത് നമുക്ക് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ കണ്ട ആ ബേസസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നില്ല, അത് വേറെ തന്നെ എന്താണ് ടെക്നിക്കൽ ആസ്പെക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അപ്പോർഷൻ ചെയ്യുന്നത്. മാനേജീരിയൽ സാലറി ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ആണ്. ഓഡിറ്റ് ഫീസ് സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. എക്സാമ്പിൾ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൈരളി ലിമിറ്റഡ് ഹാസ് 5 ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ കൈരളി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് 5 ഡിപ്പാർട്ട്മെൻറ്റുകളുള്ളത്. ABCD ആൻഡ് E ആണ് 5 ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഓഫ് ദീസ് A, B and C ആർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് Aയും Bയും Cയും ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. D ആൻഡ് E ആർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. Dയും Eയും എന്താണ്, സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ദ ഓവർഹെഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ ഇയർ 2020 ആർ ആസ് ഫോളോസ്. അപ്പോൾ ഇവിടെ ഓവർഹെഡ് എക്സ്പെൻസ് 2020 വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റിന് വന്നത് 10,800 രൂപയാണ്, 10,800. ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിങ്ങിൽ വന്നത് 54,000 രൂപയാണ്. ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ് 42,000 ആണ്. ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് വന്നത് 9,600 ആണ്. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് വന്നിരിക്കുന്നത് 8,400 ആണ്. റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സ് വന്നത് 3,000 ആണ്. ലൈറ്റിംഗ് വന്നിരിക്കുന്നത് 12,800 ആണ്. പവർ വന്നിരിക്കുന്നത് 16,500 ആണ്. സ്റ്റോർസ് ഓവർഹെഡ് വന്നത് 5,400 ആണ്. സബ്സിഡി ടു ക്യാൻറ്റീൻ വന്നത് 15,600 ആണ്. അത് കഴിഞ്ഞിട്ട് താഴെ കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോർഷൻമെൻറ്റ് ഓഫ്
apportion the cost to department after taking into consideration of the following further data. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ കൊടുത്ത എക്സ്പെൻസുകളൊക്കെ അപ്പോർഷൻ ചെയ്യാനാണ് പറഞ്ഞത് ഈ താഴെ ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പോൾ അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അപ്പോർഷൻ ചെയ്യേണ്ട കുറച്ച് ബേസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഏരിയ ഇൻ സ്ക്വയർ ഫീറ്റ് കൊടുത്തിരിക്കുന്നത്, ആ ഫ്ലോർ ഏരിയൻ്റെ സ്ക്വയർ ഫീറ്റ്, അതിൽ എക്ക് 3000 സ്ക്വയർ ഫീറ്റ്, ബിക്ക് 4000 സ്ക്വയർ ഫീറ്റ്, സിക്ക് 4000 സ്ക്വയർ ഫീറ്റ്, ഡിക്ക് 2000, ഇക്ക് 2000 സ്ക്വയർ ഫീറ്റാണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് എയിലുള്ളത് 80 ആണ്, ഇവിടെ 110 ബിയിൽ, സിയിൽ 60, ഡിയിൽ 30, ഇയിൽ അത് 20. ഇനി മൂന്നാമത്തെ പോയിന്റ്, വാല്യൂ ഓഫ് അസറ്റ്സ് അതർ ദാൻ ബിൽഡിംഗ്. എയിലുള്ളത് 1,50,000 അസറ്റാണ്, ബിയിലുള്ളത് 1,90,000 അസറ്റാണ്, സിയിലുള്ളത് 1,80,000 അസറ്റാണ്, ഡിയിലുള്ളത് 1,00,000 അസറ്റാണെങ്കിൽ ഇയിലുള്ളത് 80,000 അസറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് എയിലുള്ളത് 15, ബിയിലുള്ളത് 10, സിയിലുള്ളത് 7, ഡിയിലുള്ളത് 5, ഇയിലുള്ളത് 3. ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് എയിൽ 400 ഉണ്ട്, ബിയിൽ 300 ഉണ്ട്, സിയിൽ 200 ഉണ്ട്, ഡിയിൽ 200 ഉണ്ട്. വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എ എത്രയാണ്? 90,000 ആണ്, ബി 80,000 ആണ്, സി 60,000 ആണ്, ഡിയിലൊന്നും വരുന്നില്ല, ഇ എന്താണ് 40,000 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. അപ്പോൾ അത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റെൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസ് എന്ന് വെച്ചാൽ ഏരിയ ആണ്. അപ്പോൾ ഏരിയ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് 3000, 4000, 4000, 2000, 2000 ആണ്. അതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 3:4:4:2:2 ആണ്. അപ്പോൾ റെൻറ്റിൻ്റെ എമൗണ്ട് ഇവിടെ മേലെ കൊടുത്തിരിക്കുന്നത് 10,800 ആണ്. അപ്പോൾ അതിനെ ഏത് പ്രൊപ്പോർഷനേറ്റിൽ ചെയ്യുക? അതിനെ ഈ കൊടുത്തിരിക്കുന്ന പ്രൊപ്പോർഷനേറ്റിൽ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ് എന്താണ്? ഈ ഏരിയൻ്റെ അതേ ബേസിലാണ് വരിക. അപ്പോൾ അതും ഇതേ പ്രൊപ്പോർഷനിൽ കൊടുക്കുക. റേറ്റ് ആൻഡ് ടാക്സ് ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്രിസിയേഷനും റേറ്റ് ആൻഡ് ടാക്സ് ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ റേറ്റ് ആൻഡ് ടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? അത് റേറ്റ് ആൻഡ് ടാക്സ് ഇതേ ബേസിൽ ചെയ്യുക, ഏരിയൻ്റെ അതേ ബേസിൽ. ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ്ങും ഇതേ ബേസിലാണ് വരിക. ഓക്കെ, അപ്പോൾ അതും ഇതേ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 10,800 ഇവിടേക്ക് എടുക്കുമ്പോൾ എങ്ങനെ വരും? 10,800 ഇൻറ്റു 3 ഡിവൈഡ് ബൈ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വന്നു? ഇവിടെ 11 വന്നു, ഇവിടെ എന്താണ് 15 വന്നു. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 15 വന്നു. 3/15 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 10,800 ഇൻറ്റു 2/15 ആണ് എന്ത് വരിക? 4/15 ആണ് ഇവിടെ വരിക. അത് തന്നെയാണ് ഇവിടെ വരിക. ഇനി അത് മാറിയിട്ട് 2/15 ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഓരോന്നിൻ്റെ ടോട്ടൽ എമൗണ്ട് എടുക്കുക, അതിനെ പ്രൊപ്പോർഷനലി നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് കൊടുക്കുക. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് വരെ വാല്യൂ ഓഫ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് അത് അവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. 1,50,000, 1,90,000, 1,80,000, 1,80,000 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ കൊടുത്തിരിക്കുന്നത്. 15:19:18:10:8 ആണ്. അപ്പോൾ ഈ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ്, അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് ശ്രദ്ധിക്കാം, ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് 8,400 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് എന്ത് ഇവിടെ അവർ പ്രൊപ്പോർഷനേറ്റ്ലി എഴുതിയിരിക്കുന്നത്. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് 8,400 പ്രൊപ്പോർഷനേറ്റ്ലി എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ബാലൻസ് ആണ് നമ്മുടെ സൊല്യൂഷൻ്റെ ബാലൻസ് ആണ്. ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക? അതും നമ്മുടെ വാല്യൂ ഓഫ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വരിക. ഓക്കെ, അപ്പോൾ അതും ആ 15:19 വന്ന ആ പ്രൊപ്പോർഷനിലാണ് വരിക. അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതുന്നു, അത് ഡിവൈഡ് ചെയ്യുന്നു. ലൈറ്റിംഗ് വരെ ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് 15:10:7:5:3 വരിക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എന്ത് ചെയ്യുക? അതിവിടെ ചെയ്ത് അതേപോലെ ചെയ്യുക. പവർ വരുന്നത് ഹോഴ്സ് പവറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഹോഴ്സ് പവറിൻ്റെ റേഷ്യോ അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രൊപ്പോർഷനേറ്റ്ലി കൊടുക്കുക. സ്റ്റോഴ്സ് ഓവർ ഹെഡ് എന്ത് ചെയ്യുക? അതിൻ്റെ റേഷ്യോ വാല്യൂ ഓഫ് മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുക. സബ്സിഡി ഓഫ് ക്യാൻറ്റീൻ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിങ്ങനെ കൊടുക്കുക. എല്ലാത്തിൻ്റെയും ടോട്ടൽ നിങ്ങൾ താഴെ എഴുതി വെക്കുക. നോട്ട് ചെയ്യുക, ഹാഡ് ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ബീൻ ഗിവൺ, ഡിപ്രിസിയേഷൻ ഓൺ ബിൽഡിംഗ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് വുഡ് ഹാവ് ബീൻ അപ്പോർഷൻഡ് ഓൺ ദി ബേസിസ് ഓഫ് വാല്യൂ ഓഫ് ബിൽഡിംഗ്. അതായത് ബിൽഡിങ്ങിൻ്റെ വില കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വാല്യൂ ഓഫ് ബിൽഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിങ്ങും അതേപോലെ ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ്ങും നമ്മൾ അപ്പോർഷൻ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സൈഡിലേക്ക് നോക്കാം. റീ അപ്പോർഷൻമെൻറ്റ് ഓഫ്
സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ഓർ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നത് വീണ്ടും റീ അപ്പോർഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ ഹെഡ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. അണ്ടർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓൾ ഓവർ ഹെഡ്സ് ആർ അലോക്കേറ്റഡ് ആൻഡ് അപ്പോർഷൻ ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ഈ ഓവർ ഹെഡ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നുണ്ട്, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടും, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് കൊടുക്കുന്നുണ്ട്, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആസ് ഡൺ ഇൻ എക്സാമ്പിൾ 1. നമ്മൾ എക്സാമ്പിൾ 1 കണ്ടതാണ്, ആ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഗുഡ്സ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ബട്ട് ദേ ഹെൽപ്പ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡ്യൂസ്. ദേ ഇൻഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ടു പ്രൊഡക്ഷൻ. അതായത് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നില്ലെങ്കിൽ കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ദേ ഹെൽപ്പ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ്. അപ്പോൾ അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. Therefore, overheads of service departments as per primary distribution are to be shared by production department on the basis of benefits received from service department. അതായത് ഈ ഓവർ ഹെഡുകൾ ഈ നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഓവർ ഹെഡുകൾ വീണ്ടും പ്രൈമറി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ അത് വീണ്ടും റീ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. കാരണം എന്താണ്, ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സഹായിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഓക്കെ, ദിസ് പ്രോസസ് ഓഫ് അപ്പോർഷൻമെൻറ്റ്, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ദിസ് പ്രോസസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് നോൺ ആസ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓർ റീ അപ്പോർഷൻമെൻറ്റ്. അതായത് ഈ ഒരു പ്രോസസ്സ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഓവർ ഹെഡ് കൊടുക്കുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയെ വീണ്ടും കൊടുക്കുന്ന പ്രക്രിയേൻ്റെ പേരാണ് എന്ത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീ അപ്പോർഷൻമെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ റീ അപ്പോർഷൻമെൻറ്റിൻ്റെ ബേസസ് എന്ന് നോക്കാം. നമ്മൾ അപ്പോർഷൻമെൻറ്റിൻ്റെ ബേസസ് നേരത്തെ കണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ റീ അപ്പോർഷൻമെൻറ്റിൻ്റെ ബേസസ് എന്ന് നോക്കാം. ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ആർ അപ്പോർഷൻഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജനറലി ഓൺ ദ ബേസിസ് ഓഫ് ബെനിഫിറ്റ്സ് ഡിറൈവ്ഡ് ബൈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് എത്രയാണോ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സേവനങ്ങൾ കൊടുക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മളിവിടെ റീ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് ബേസസ്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റും പിന്നെ എന്താണ് ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റും. അപ്പോൾ കോസ്റ്റ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കോസ്റ്റ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആ ചിലവ് ഏതിൻ്റെ ബേസിസിലാണ് കൊടുക്കുക, നമ്പർ ഓഫ് വർക്കേഴ്സ് ഓർ ലേബർ ഹവേഴ്സ് ഓർ മെഷീൻ ഹവേഴ്സിൻ്റെ ബേസിലാണ് ഈ കോസ്റ്റ് ഓഫ് ടൈം കീപ്പിങ്ങും അതേപോലെ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് സേവനത്തിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഓവർ ഹെഡ് അങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് റീ അപ്പോർഷൻ ചെയ്യുക. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ചാർത്തി കൊടുത്ത ഈ ഓവർ ഹെഡ് വീണ്ടും റീ അപ്പോർഷൻ ചെയ്യുന്നതിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിലാണ്. ഇനി നെക്സ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ആണ്. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് അത് റീ അപ്പോർഷൻ ചെയ്യുന്നത് വെച്ചാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഓർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ആണ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പർച്ചേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഓവർ ഹെഡ് അപ്പോർഷൻ ചെയ്ത് കൊടുത്ത ഓവർ ഹെഡ് മാറ്റുക അല്ലെങ്കിൽ റീ അപ്പോർഷൻ ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. ഇനി കോസ്റ്റ് ഓഫ് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് നമ്പർ ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ യൂസ്ഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രയാണ് മെറ്റീരിയൽ റിക്വസിഷൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്നത് അല്ലെങ്കിൽ വാല്യൂ ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് എത്രയാണ് വന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ലേബർ ഹവേഴ്സ് വർക്ക്ഡ് അല്ലെങ്കിൽ മെഷീൻ ഹവേഴ്സ്ഡ് വർക്ക്ഡ് ആണ്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ആറാമത്തെ പോയിന്റ് വരുന്നത് കോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അതായത് കോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചിലവ് എങ്ങനെയാണ് റീ അപ്പോർഷൻ ചെയ്യാന്ന് വെച്ചാൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി കോസ്റ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ വെയിറ്റ് ഓർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക റീ അപ്പോർഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിസ് ആയിട്ട് പറഞ്ഞത്. ഈ ടേബിൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ആദ്യം കണ്ട ടേബിൾ ഉണ്ടായിരുന്നു, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളിൻ്റെ ബേസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യുക സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ ടേബിളും
കൃത്യമായിട്ടൊന്ന് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓർ റീഡിസ്ട്രിബ്യൂഷൻ ഓർ അപ്പോർഷൻമെൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് റീഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മറ്റൊരു പേരാണ് അപ്പോർഷൻമെൻറ്റ്. ദർ ആർ 2 മെത്തേഡ്സ്. അപ്പോൾ 2 മെത്തേഡ്സ് ഉള്ളത്. ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസ്. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസിന് 2 മെത്തേഡ്സ് ഉള്ളത്. ദേ ആർ അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന ചിലവ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം അപ്പോർഷൻ ചെയ്ത് കൊടുക്കലാണ് ഫസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണ്? അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് എന്തിലേക്ക് കൊടുക്കുക? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അതേപോലെ വീണ്ടും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് രണ്ടാമത്തെ മെത്തേഡ്. അതോടൊപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റോടൊപ്പം തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൂടി കുറച്ച് റീഅപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടി അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഓഫ് റീഅപ്പോർഷൻമെൻറ്റ് കൊടുത്തത് ഒന്നെന്താണ്? അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലിയാണ്. അതിൻ്റെ പേരാണ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു സെക്കൻഡ് മെത്തേഡ്. അപ്പോൾ അതിൽ എന്തൊക്കെ മെത്തേഡ് വരുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് നോൺ റെസിപ്രോക്കൽ മെത്തേഡ് വരുന്നുണ്ട്, ഒന്ന് റെസിപ്രോക്കൽ മെത്തേഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലാണ് 2 എണ്ണം എക്സ്ട്രാ വരുന്നത്. ഒന്ന് നോൺ റെസിപ്രോക്കൽ ബേസിസ് മെത്തേഡ്, അതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റെപ്പ് ലാഡർ ബേസിസ് മെത്തേഡ്, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. അപ്പോൾ അതിന് മറ്റൊരു ബേസിസ് ഉണ്ട്, റെസിപ്രോക്കൽ ബേസിസ്. അപ്പോൾ റെസിപ്രോക്കൽ ബേസിസിൽ 3 തരം വരുന്നുണ്ട്. ഒന്ന് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഒന്ന് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, ഒന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ റെസിപ്രോക്കൽ ബേസിസിൽ എന്താണ്? റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, അതേപോലെ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, അതേപോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് വെച്ചിട്ട് 3 എണ്ണം വേറെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്റ്റ് മെത്തേഡ്, പിന്നെന്താണ് ഈ ഒരു നമ്മുടെ അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഓരോ മെത്തേഡ്സിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ആദ്യം എന്താണ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലിയാണ് ഡയറക്റ്റ് മെത്തേഡ് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ആർ ഡയറക്ട്ലി അപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. ദിസ് മെത്തേഡ് ഇസ് കോൾഡ് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ദിസ് മെത്തേഡ് ഡസ് നോട്ട് കൺസിഡർ ദ സർവീസസ് റെൻഡേർഡ് ബൈ വൺ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു അതർ. അതായത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്ത അടിസ്ഥാനത്തിൽ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൂടി അപ്പോർഷൻ ചെയ്യുന്ന രീതി ഇവിടെ വരുന്നില്ല. അത് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡിലായിരുന്നു വരുന്നത്. ഇവിടെ ഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ 2 ഇതേക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാം. ദ ഫോളോയിങ് ഡാറ്റ വെർ ഒബ്റ്റെയിൻ ഫ്രം ദ ബുക്സ് ഓഫ് ലൈറ്റിംഗ് എഞ്ചിനീയറിംഗ് കമ്പനി, ലൈറ്റ് എഞ്ചിനീയറിംഗ് കമ്പനി ഫോർ ദ ഹാഫ് ഇയർ എൻഡിങ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഹാഫ് ഇയർ എൻഡിങ് ആണ്, 6 മാസത്തെ കണക്കാണ് അവിടെ പറയുന്നത്. എൻഡിങ് 30th സെപ്റ്റംബർ, അതായത് മാർച്ച് 31 അല്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ 6 മാസം എന്ന് പറഞ്ഞത് സെപ്റ്റംബർ 30 അല്ലെങ്കിൽ ഒക്ടോബർ 1 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ 6 മാസം. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എടുത്തിരിക്കുന്നത് വരെ. കാൽക്കുലേറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് റേറ്റ്സ് ഫോർ ഈച്ച് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഓവർ ഹെഡ് റേറ്റ് കൃത്യമായിട്ട് അനുമാനിക്കാനാണ് പറഞ്ഞത്. അസ്യൂമിങ് ദാറ്റ് ഓവർ ഹെഡ്സ് ആർ റിക്കവേർഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ഓവർ ഹെഡ് പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസിലാണ് വരുന്നത് എങ്കിൽ. അപ്പോൾ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് വേജ് കൊടുത്തിട്ടുണ്ട്. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് A, B and C ആണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് X and Y ആണ്. അപ്പോൾ A, B and Cയിൽ 7000, 6000, 5000 എന്നുള്ളതാണ് ഡയറക്റ്റ് വേജ് വരുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് 1000 ആണ്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നത് Aയിൽ 3000 ആണ്, Bയിൽ 2500 ആണ്, Cയിൽ 2000 ആണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് 1500, 1000 ആണ്. എംപ്ലോയിയുടെ നമ്പേഴ്സ് വരുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 200, 150, 150 ആണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 50, 50 ആണ്. ഇലക്ട്രിസിറ്റി വരുന്നത് 8000, 6000, 6000 ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് kWh ആണ്, കിലോ വാട്ട് പെർ അവർ ആണ്. ഇവിടെ വരുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് 2000, 3000. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ ലൈറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ A, ഇവിടെ B, ഇവിടെ C. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ A, B, ഇവിടെ C ആണ് വരുന്നത്. A, B, C. ഇവിടെ X and Y ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10 ആണ്, ഇവിടെ 15 ആണ്, ഇവിടെ 15 ആണ് Cയിൽ. ഇതൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇവിടെ വരുന്നത് എന്താണ്? 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. ഇവിടെ 5, ഇവിടെ 5 ലൈറ്റ് പോയിന്റ്സ്. ഇനി എസറ്റിൻ്റെ വാല്യൂ കൊടുത്തത് ഇൻ 1000 ആണ്. അത് 50,000 ആണ് Aയിൽ വരുന്നത്, 30,000 ആണ് Bയിൽ വരുന്നത്. ഓക്കെ, Cയിൽ വരുന്നത് 20,000, Xയിൽ 10,000 ആൻഡ് Yയിൽ 10,000. ഇനി ഏരിയ സ്ക്വയർ യാർഡ് ആണ് കൊടുത്തിരിക്കുന്നത്.
സ്ക്വയർ യാർഡ് എക്കുള്ളത് 800 സ്ക്വയർ യാർഡാണ്, ബിക്ക് 600 സ്ക്വയർ യാർഡാണ്, സിക്ക് 600 സ്ക്വയർ യാർഡാണ്, എക്സിന് 200 സ്ക്വയർ യാർഡാണ്, വൈക്ക് 200 സ്ക്വയർ യാർഡാണ്. ഓക്കെ, ദ എക്സ്പെൻസസ് ഫോർ 6 months വെയർ, അതായത് 6 മാസത്തെ എക്സ്പെൻസ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ സ്റ്റോർസ് ഓവർ ഹെഡ് വന്നിരിക്കുന്നത് 400 സ്റ്റോർസ് ഓവർ ഹെഡ് വന്നിരിക്കുന്നത് 400, മോട്ടീവ് പവർ വന്നിരിക്കുന്നത് 1500. ഇനി ഇലക്ട്രിസിറ്റി ലൈറ്റിംഗ്, അപ്പോൾ ഈ എക്സ്പെൻസുകൾ നമ്മൾ കൊടുത്ത ഈ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്യാനാണ് റീഅപ്പോഷൻ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അത് ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായിരിക്കും ഇവിടെ എപ്പോഷൻ ചെയ്യേണ്ടി വരിക. മോട്ടീവ് പവർ 1500, ഇലക്ട്രിക് ലൈറ്റിംഗ് 2000 ഇവിടെ ഉള്ളത്. പിന്നെ വരുന്നത് ലേബർ വെൽഫെയർ 3000, ഡിപ്രിസിയേഷൻ 6000, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് 1200, ജനറൽ ഓവർ ഹെഡ് 10000, റെൻറ്റ് ആൻഡ് ടാക്സ് 600. നോക്കാം ബാക്കി. അപ്പോഷൻ ദ എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3:3 and that of department Y in proportion to direct wages to department A, B and C respectively. അതായത് നമ്മുടെ എക്സ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മുടെ 4:3:3 എന്ന റേഷ്യോയിൽ റീഅപ്പോഷൻ ചെയ്യുക. അതേപോലെ നമ്മുടെ വൈൻ്റെ എന്ത് ചെയ്യുക, ഈ ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ഇത് തരംതിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ആദ്യം എഴുതുക നിങ്ങൾ. അപ്പോൾ ഐറ്റംസിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഡയറക്റ്റ് വേജസ് ആണ്, അത് ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് അലോക്കേഷൻ ആണ്, അപ്പോഷൻമെൻ്റ് അല്ല, അലോക്കേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ നമ്മുടെ എ, ബി ആൻഡ് സി നമ്മൾ എഴുതേണ്ട കാര്യം വരുന്നില്ല, അത് ഓൾറെഡി അപ്പോഷനാണ്. നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോഷൻ ചെയ്യലാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സിൻ്റെ വൈൻഡ് എഴുതണം, അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് അവസാനം വന്നിട്ട് നേടണം, അത് വീണ്ടും റീഅപ്പോഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ എക്സ്പെൻസ് എന്ത് ചെയ്യുക, അത് വീണ്ടും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ റീഅപ്പോഷൻ ചെയ്യണം, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഡയറക്റ്റ് അപ്പോഷൻമെൻ്റ് ആണ് ഈ ഭാഗത്തൊക്കെ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മൾ റീഅപ്പോഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതുക. അപ്പോൾ അത് ഡയറക്റ്റ് അലോക്കേഷനാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഡയറക്റ്റ് വേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇനി അപ്പോഷൻ ചെയ്യേണ്ട, അത് ഓൾറെഡി അലോക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എഴുതേണ്ടത്. ഇനി ഡയറക്റ്റ് മെറ്റീരിയൽ ഇത് നമ്മൾ എഴുതേണ്ട കാര്യം വരുന്നില്ല, ഇത് നമ്മൾ എഴുതണം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഓക്കെ, ഇനി ഇതൊക്കെ എന്താണ് ബേസിസ് ആണ്, അപ്പോഷൻ ചെയ്യേണ്ട ബേസിസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഈ എക്സിൻ്റെത് ഈ നമ്മളൊരു പ്രൊപ്പോഷൻ അവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വൈൻ്റെതാണ് നമ്മൾ ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, അപ്പോഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വൈൻ്റെ അപ്പോഷൻ ചെയ്യേണ്ടത് എന്താണ്, ഡയറക്റ്റ് വേജ് എത്രയാണ്, 7000, 6000, 5000 ആണ്. അപ്പോൾ 7:6:5 എന്ത് വൈൻ്റെത് നമ്മൾ അപ്പോഷൻ ചെയ്യേണ്ടത്, 7:6:5. ഓക്കെ, ഈ ഒരു നമ്മുടെ ഡയറക്റ്റ് വേജസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വൈൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഈ ഒരു 7:6:5 നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനൊക്കെ ഒരു പ്രൊപ്പോർഷൻ വരികയാണെങ്കിൽ ഇവിടെ 7000, 6000, 5000, ഇവിടെ 1000 ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ വരിക. ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് ശ്രദ്ധിക്കുക, 200, 150. അപ്പോൾ 20:15:15:50:50. അത് വീണ്ടും വേണമെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4:3:3:10:10 വരും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇലക്ട്രിസിറ്റി ആകുമ്പോൾ എന്താണ് 8:6: ഇവിടെ വരിക 8:6:6:2:3. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോന്നിൻ്റെയും അപ്പോഷൻമെൻറ്റിൻ്റെ ബേസിസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ എഴുതേണ്ടത് സ്റ്റോർസ് ഓവർഹെഡ് ആണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് വേജും ഡയറക്റ്റ് മെറ്റീരിയലിന് ശേഷം എഴുതേണ്ടത് സ്റ്റോർസ് ഓവർഹെഡ് ആണ്. അത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ എത്രയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്, ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ എന്താണ്, 3000, 2500, 2000, 1500, 1000. അപ്പോൾ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 30:20:20:15:10 5 ഡിവൈഡ് ചെയ്ത് 6:5:4:3:2 വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിൽ അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക, താഴെ എഴുതുക, അതിൻ്റെ ടോട്ടൽ താഴെ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക 6:, ആ ടോട്ടൽ 5:, ആ ടോട്ടൽ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ റേഷ്യോ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ
എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോർസ് ഓവർഹെഡ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി മോട്ടീവ് പവർ നമ്മൾ കിലോ വാട്ട് പെർ അവർ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മോട്ടീവ് പവർ വരുന്നത് എവിടെയാണ്? മോട്ടീവ് പവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1500 അത് കിലോ വാട്ട് പെർ ഹവർ അടിസ്ഥാനത്തിലാണ് നമ്മൾ അപ്പോഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലൈറ്റിംഗ് ആണ്. അപ്പോൾ ലൈറ്റിംഗ് വരുന്നത് നമ്പർ ഓഫ് പോയിൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അപ്പോഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ലേബർ വെൽഫെയർ ആണ്, അത് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, റീഅപ്പോഷൻ ചെയ്യുക. ഡിപ്രിസിയേഷൻ വരുന്നത് അസറ്റ് വാല്യൂ ആണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുക. അസറ്റ് വാല്യൂ ആണ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ റീഅപ്പോഷൻ ചെയ്യുക. ജനറൽ ഓവർഹെഡ് ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെന്ത് ചെയ്യുക, അത് റീഅപ്പോഷൻ ചെയ്യുക. റെൻറ്റ് ആൻഡ് ടാക്സ് ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ റീഅപ്പോഷൻ ചെയ്യുക. എല്ലാത്തിൻ്റെയും ഇവിടെ ടോട്ടൽ വരും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയുടെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയുടെ വരിക. എക്സിൻ്റെയും വൈൻ്റെയും ഇവിടെ എഴുതി. അപ്പോൾ ആദ്യം എക്സിൻ്റെ ടോട്ടൽ എടുത്ത് താഴെ എഴുതുക. അപ്പോൾ എക്സിൻ്റെ ടോട്ടൽ നമ്മൾ ക്വസ്റ്റനിൽ പറഞ്ഞത് 4:3:3 അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത് അപ്പോഷൻ ചെയ്തിട്ട് ഈ എയ്ക്കും ബിക്കും സിക്കും അത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എയ്ക്കും ബിക്കും സിക്കും ഈ 4:100 എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 4:3:3 റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ 4100 ഇൻറ്റു 4/10, അപ്പോൾ എത്ര വന്നു, 1640 വന്നു. ഓക്കെ, അതേമാതിരി എന്ത് ചെയ്യും, ഇവിടെ 3/10 വരും, ഇവിടെയും ഇതേ സെയിം എമൗണ്ട് വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഅപ്പോഷൻ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വൈൻ്റെത് വന്നത് 3,640 ആണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ റീഅപ്പോഷൻ ചെയ്യുന്നത്, നമ്മുടെ ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് വേജിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, നമ്മളത് റീഅപ്പോഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരും 7:6:5 അടിസ്ഥാനത്തിലാണ് എന്ത് ഇവിടെ അത് റീഅപ്പോഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ് ഓൺ ഡയറക്റ്റ് വേജ് എത്ര വന്നെന്നുള്ളത് എൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് 162.8. അതായത് ഇവിടെ കിട്ടിയ ഈ എമൗണ്ടിനെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, നമ്മുടെ ഡയറക്റ്റ് വേജ് ഇൻറ്റു 100 ചെയ്യുക. ഇവിടെ കിട്ടിയ എമൗണ്ടിനെ ഡയറക്റ്റ് വേജ് ഓഫ് ബി ഇൻറ്റു എമൗണ്ട് ചെയ്ത, അതേപോലെ ഇവിടെ കിട്ടിയ എമൗണ്ടിനെ ഡയറക്റ്റ് വേജ് ഓഫ് ബി സി ഇൻറ്റു 100 ചെയ്ത് 146.8 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ വരയ്ക്കലാണ് ഇമ്പോർട്ടൻറ്റ്. കൃത്യമായിട്ടത് കാണിച്ചിട്ട് ഇതിൻ്റെ ടോട്ടൽ ഇവിടെ താഴെ വരിക എന്നുള്ളതാണ്. വരികയാണെങ്കിൽ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ നേരത്തെ ചെയ്ത പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടി സിമ്പിളായിരുന്നത്, കുറച്ചും കൂടി എന്താണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ടേബിളാണ്. അപ്പോൾ ഇതിനെക്കാട്ടിയും ടഫായിരിക്കും ഇനി അടുത്തത് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതി ശ്രദ്ധിക്കുക, നോട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് വേജസ് ആർ നോട്ട് ഓവർ ഹെഡ്. ഇത് രണ്ട് ഓവർ ഹെഡുകളല്ല. ദാറ്റ്സ് വൈ ദേ ആർ നോട്ട് ടേക്കൺ ഇൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ടാണ് അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കാത്തത്. ഹൗവർ ഓൾ കോസ്റ്റ് വെദർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഓർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ ടു ബി അപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന ഡയറക്റ്റ് മെറ്റീരിയലും വേജും എല്ലാം കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളത് എങ്ങോട്ട് കൊടുക്കണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഇൻ അതർ വേർഡ്സ്, ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഓവർ ഹെഡ്സ് ഫോർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന ഡയറക്റ്റ് കോസ്റ്റ് ഒന്നാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഓവർ ഹെഡാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന ഓവർ ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതാ പറഞ്ഞത് ഡയറക്റ്റ് എക്സ്പെൻസിനെക്കാട്ടി വളരെ വാസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഓവർ ഹെഡ് എന്നുള്ളത് നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് പോലും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന ഡയറക്റ്റ് എക്സ്പെൻസ് പോലും എന്താണ്, ഓവർ ഹെഡായിട്ടാണ് പരിഗണിക്കുന്നത്. ഇനി അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാധനങ്ങൾ അല്ലെങ്കിൽ വന്ന ഓവർ ഹെഡ് എന്ത് ചെയ്യുക, നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നതാണ്. ഫസ്റ്റ് രീതിയായിരുന്നു ഡയറക്റ്റ് മെത്തേഡ് എന്നാണ് അതിന് പറഞ്ഞത്. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെന്താണ്, അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അണ്ടർ ദിസ് മെത്തേഡ് കോസ്റ്റ് ഓഫ് എ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് over all departments. It can either on reciprocal basis or non-reciprocal basis. അപ്പോൾ റെസിപ്രോക്കൽ ബേസിസിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ നോൺ റെസിപ്രോക്കൽ ബേസിസിൻ്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ അപ്പോർഷൻമെൻറ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം നോൺ റെസിപ്രോക്കൽ ബേസിസ് ആണ് ആദ്യം നോക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. നോൺ റെസിപ്രോക്കൽ ബേസിസ് ആണ് അതിൻ്റെ മറ്റൊരു പേര്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ നോട്ട് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. അതായത് ഈ മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്തല്ല ഇൻ്റർ ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക.
This means a service department provides its services to other service departments. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ബട്ട് ഡസ് നോട്ട് റിസീവ് എനി സർവീസ് ഫ്രം ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇപ്പോൾ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സഹായിക്കുന്നു, പക്ഷേ തിരിച്ച് സഹായം കിട്ടുന്നില്ല. ഇൻ ദിസ് കേസ് ദ കോസ്റ്റ് ഓഫ് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഫസ്റ്റ് അപ്പോർഷൻ ടു അതർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഏറ്റവും സർവീസ് കൊടുക്കുന്ന സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുക? മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യുക? അപ്പോർഷൻ ചെയ്യുക. ആഫ്റ്റർ ദിസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അപ്പോർഷൻ ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്. അതിനുശേഷം അടുത്ത സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എന്ത് ചെയ്യുക? അപ്പോർഷൻ ചെയ്യുക. ഓക്കെ, എക്സ്ക്ലൂഡിങ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആദ്യത്തെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുക. ദ കോസ്റ്റ് ഇൻക്ലൂഡ് ദ ഓൺ കോസ്റ്റ് ഓഫ് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലസ് എന്ത് ചെയ്യുക? പ്ലസ് ദ അപ്പോർഷൻ കോസ്റ്റ് ഓഫ് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ കോസ്റ്റിൽ അപ്പോൾ രണ്ടാമത്തെ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ കോസ്റ്റും കൂടി എന്ത് വരും? ഈ രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരും. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ടു വിച്ച് അപ്പോർഷനിങ് ഹാസ് ഓൾറെഡി ബീൻ ഡൺ ഈസ് നോട്ട് ചാർജ്ഡ് അഗെയിൻ. അതായത് ഒരു പ്രാവശ്യം അപ്പോർഷൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല? വീണ്ടും ചാർജ് ചെയ്യില്ല. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂഡ് അൺടിൽ ദ എക്സ്പെൻസസ് ഓഫ് ഓൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവ് ബീൻ അപ്പോർഷൻഡ്. അപ്പോൾ ഇത് എത്ര വരെ പോകുമെന്ന് വെച്ചാൽ എല്ലാ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കഴിയുന്നവരെ ഇത് പോകും. ഓക്കെ, ഹാവ് ബീൻ അപ്പോർഷൻ ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻ ദ എൻഡ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ അപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളൂ. അവസാനത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ അപ്പോർഷൻ ചെയ്യുള്ളൂ. ഓക്കെ, 3 നോക്കാം. എ മാനുഫാക്ചറിങ് കമ്പനി ഹാസ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, എക്സ് ആൻഡ് വൈ, ആൻഡ് 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിൽ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒന്ന് സ്റ്റോഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, ഒന്ന് സ്റ്റോഴ്സും ഒന്ന് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഷോഡ് ദ ഫോളോയിങ് എക്സ്പെൻസസ് ഫോർ സെപ്റ്റംബർ 2021. അതായത് ഡിപ്പാർട്ട്മെൻറ്റൽ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൽ വന്നിരിക്കുന്നത് 36,000 രൂപയാണ്, വൈയിൽ വന്നിരിക്കുന്നത് 24,000 രൂപയാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ വന്നിരിക്കുന്നത് 7,500, ടൈം കീപ്പിങ്ങിൽ 6,000, മെയിൻ്റനൻസിൽ 4,500. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത് 36,000 ആണ്, എക്സിൽ 24,000 ആയി, സ്റ്റോർസിൽ 7,500, ടൈം കീപ്പിങ്ങിൽ 6,000, മെയിൻ്റനൻസിൽ 4,500. ശ്രദ്ധിക്കുക നിങ്ങൾ. ഇനി അതർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൽ 20, വൈയിൽ 15, സ്റ്റോറിൽ 10, ടൈം കീപ്പിങ്ങിൽ 8, മെയിൻ്റനൻസിൽ 5. ഓക്കെ, അപ്പോൾ ടൈം കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് വരുന്നുണ്ട്? സേവനം കൊടുക്കുന്നുണ്ട്. ടൈം കീപ്പിംഗ് ഈ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സേവനം കൊടുക്കുന്നുണ്ട്. ഇനി നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വിസിഷൻ എക്സിൽ 24, വൈയിൽ 20, മെയിൻ്റനൻസിൽ 6, ടൈം കീപ്പിങ്ങിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആ സേവനം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈം കീപ്പിംഗ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സ്റ്റോർസ് ആണ്. അപ്പോൾ ടൈം കീപ്പിങ്ങിലേക്ക് സ്റ്റോർ കൊടുക്കുന്നില്ല. ടൈം കീപ്പിംഗ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കുന്നുണ്ട്. സ്റ്റോർ എന്താണ്? ഈ പ്രൊഡക്ഷനും ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സ്റ്റോർ കൊടുക്കുന്നുണ്ട് സേവനം. ഇനി മെഷീൻ ഹവേഴ്സ് വരുന്നത് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ അത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഏറ്റവും സേവനം കുറഞ്ഞു കൊടുക്കുന്നത് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഇവരെന്താണ്? ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ, ഈ മെഷീൻ്റെ കേസിന് മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ സേവനം. അപ്പോൾ സൊല്യൂഷൻ ശ്രദ്ധിക്കാം. ഇൻ ദിസ് പ്രോബ്ലം വി ക്യാൻ സീ ദാറ്റ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെൻഡറിങ് സർവീസസ് ടു 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സേവനം കൊടുക്കുന്നുണ്ട്. therefore it is the most serviceable department. അതുകൊണ്ട് അതാണ് ഏറ്റവും മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെൻഡറിങ് സർവീസസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് 1 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? സേവനം കൊടുക്കുന്നുണ്ട്. അതേപോലെ പിന്നെ എന്താണ്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ സേവനം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് സെക്കൻഡ് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറാണ്. ലീസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ വരുന്നത്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് പ്രകാരം എന്ത് വരയ്ക്കാനായിട്ട്? ഇതിൻ്റെ ഒരു ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ടേബിൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങൾ. ഓക്കെ,
അപ്പോൾ എങ്ങനെയാണ് ടേബിൾ വരുന്നത്? അപ്പോൾ ആദ്യം ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് അതാണ് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ്. സെക്കൻഡ് സ്റ്റോർ, തേർഡ് വൺ ഇസ് മെയിൻ്റനൻസ്. അത് കഴിഞ്ഞ് രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ആദ്യം തന്നെ എന്തെടുക്കുക? റേഷ്യോ എടുക്കുക. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ റേഷ്യോ എവിടെയാണ് വരുന്നത്? നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ റേഷ്യോ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ റേഷ്യോ നോക്കുക നിങ്ങൾ. അതായത് ഇവിടെ ഈ ടൈം കീപ്പിംഗ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിനും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 4 വരും. എക്സിൽ 4, വൈയിൽ 3, സ്റ്റോറിൽ 2, മെയിൻ്റനൻസിൽ 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഷ്യോ പ്രകാരമാണ് നമ്മൾ ആ ഒരു ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലേക്ക് അത് എഴുതേണ്ടത്, ആ റേഷ്യോ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർഡർ തെറ്റിയിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റോറിൽ വരുന്നത് 2 ആണ്, മെയിൻ്റനൻസിൽ 1 ആണ്, എക്സിൽ 4 ആണ്, വൈയിൽ 3 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ വന്നിരിക്കുന്ന ഈ ഓവർ ഹെഡ് എത്രയാണെന്നുള്ളത് നമുക്ക് പ്രീവിയസ് പേജിൽ നോക്കിയാൽ മനസ്സിലാവും. ടൈം കീപ്പിങ്ങിൽ 6000 ആണ് ഓവർ ഹെഡായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ 6000 എഴുതുക. അപ്പോൾ അത് എന്ത് ചെയ്യുക? നെക്സ്റ്റ് പേജിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് കോളത്തിലേക്ക് ഇങ്ങനെ എഴുതി വെക്കുക. അതാണ് മോസ്റ്റ് സർവീസബിൾ. നെക്സ്റ്റ് വൺ ഈ സ്റ്റോർ എഴുതുക. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന നമ്മുടെ റേഷ്യോ എങ്ങനെ വന്ന് നോക്കാം. അപ്പോൾ റേഷ്യോ ഇവിടെ മേലെ ശ്രദ്ധിക്കുക നിങ്ങൾ. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറിൻ്റെത് 6 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. മെയിൻ്റനൻസിൽ വരുന്നത് 6 ആണ്, ഇവിടെ 24, 20 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? ഇത് ഡിവൈഡ് ചെയ്താൽ മതി 2 കൊണ്ട്. മെയിൻ്റനൻസിൽ 3, ഇവിടെ 10, ഇവിടെ 12. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് 3 ആണ് മെയിൻ്റനൻസിൽ വരുന്നത്, 12 ആണ് എക്സിൽ വരുന്നത്, വൈയിൽ വരുന്നത് 10 ആണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പേജിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്റ്റോറിൽ വരുന്നത് 7500 ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 7500 ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ ടൈം കീപ്പിങ്ങിൽ ഇവിടെ 6000 എഴുതി, ഇവിടെ ഈ -6000 എഴുതുക. ഈ 6000 മുഴുവനായിട്ടും ഈ ഓവർ ഹെഡ് മുഴുവനായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വീതിച്ചു കൊടുക്കണം. കാരണം ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് മോസ്റ്റ് സർവീസബിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഏത് റേഷ്യോയിലാണെന്ന് വെച്ചാൽ ഈ ഒരു റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി സ്റ്റോറിൻ്റെ ഈ 7500 കൂടെ ഇവിടുന്ന് വീതിച്ച് കിട്ടിയ 1200 കൂടി ചേർത്തിട്ട് 8700 നമ്മൾ നെക്സ്റ്റ് കോളത്തിലേക്കായിട്ട് എഴുതുക. ഓക്കെ, അതെന്ത് ചെയ്യുക? അത് ഈ ഒരു അനുപാതത്തിൽ വീതിച്ചു കൊടുക്കുക. ഓക്കെ, 6000 ഈ ഒരു അനുപാതത്തിൽ വീതിച്ചു, ഇനി 8700 ഈ ഒരു അനുപാതത്തിൽ വീതിച്ചു. ഇനി മെയിൻ്റനൻസ് മെഷീൻ ഹവേഴ്സ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് 4500 ആയിരുന്നു. പ്രീവിയസ് പേജിൽ ശ്രദ്ധിക്കുക, അത് കൊടുത്തിട്ടുണ്ടെന്ന് ബാക്ക് അടിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് വരുന്നുണ്ട്? ഈ 600 വരുന്നുണ്ട്, ഈ 1044 വരുന്നുണ്ട്. ഇതൊക്കെ ഓരോന്ന് വീതിച്ചതാണ്. ഇത് ടൈം കീപ്പിങ്ങിനെ വീതിച്ചപ്പോൾ ഈ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നതാണ്. ഇത് സ്റ്റോർ വീതിച്ചപ്പോൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ 6144 വരും. അതെങ്ങനെയാണ്, ഏതൊരു റേഷ്യോയിലാണ് വീതിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ ഈ ഒരു റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. മെഷീൻ ഹവേഴ്സ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 3 വരും, ഇവിടെ 2 വരും. ഓക്കെ, അപ്പോൾ ആ ഒരു റേഷ്യോയിലാണ് മെയിൻ്റനൻസ് ഇവിടെ വീതിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ 6144 അതെന്ത് ചെയ്യുക? അത് ഈ ഒരു റേഷ്യോയിൽ 3:2 വീതിക്കുക. ഓക്കെ, അപ്പോൾ അത് വീതിച്ച് കഴിഞ്ഞാൽ ഈ എല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു, എല്ലാ ഓവർ ഹെഡും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. അപ്പോൾ എന്താണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ടോട്ടൽ വരിക 40. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ വരിക 46,262. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 31,738. അപ്പോൾ അത്രയുമാണ് നമുക്ക് സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ പറയാനായിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഓരോന്നിൻ്റെ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അനുപാതം മനസ്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അനുപാതം എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ടും കണ്ടുപിടിക്കുക. ഇനി അടുത്തത് റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ്സ് ആണ്. റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ്സ്. അപ്പോൾ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. ദീസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് വെൻ ഡിഫറെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് റെൻഡർ സർവീസസ് ടു ഈച്ച് അതർ. ഈ മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർവീസ് റെൻഡർ ചെയ്യുമ്പോഴാണ്. ഇൻ അഡീഷൻ ടു റെൻഡറിങ് സർവീസസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സർവീസ് കൊടുക്കുക. എന്തിന് പുറമെ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്ന സർവീസിന് പുറമെ. ഇൻ സച്ച് കേസസ് വേരിയസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാവ് ടു ഷെയർ ഓവർ ഹെഡ്സ് ഓഫ് ഈച്ച് അതർ ടു ഡിറ്റർമിൻ ദ ടോട്ടൽ ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് ഈച്ച് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്.
അത്തരം കേസുകൾ വേരിയസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? ഹാവ് ടു ഷെയർ ഓവർ ഹെഡ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഈ ഓവർ ഹെഡ് ഷെയർ ചെയ്യണം ടു ഡിറ്റർമിൻ ദ ടോട്ടൽ ഓവർ ഹെഡ് കോസ്റ്റ് ഓഫ് ഈച്ച് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർ ഹെഡ് കോസ്റ്റ് തരാനായിട്ട് ഇവരിത് ഷെയർ ചെയ്യണം. ഫോർ ഇൻസ്റ്റൻസ്, പവർ ഹൗസ് ഓഫ് എ ഫാക്ടറി ഗിവ്സ് പവർ ടു റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻ ടേൺ റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ക്യാരീസ് ഔട്ട് റിപ്പയർ ടു പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഒരു സ്ഥാപനത്തിലുള്ള പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊരു സേവനം കൊടുക്കുന്നുണ്ട്. ഈ റിപ്പയറും എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ട സേവനം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യണം? കണക്ക് കൂട്ടണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഓവർ ഹെഡ് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പരസ്പരമായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റിപ്പയർ ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബെയർ എ പ്രൊപ്പോർഷനേറ്റ് പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പവർ ഹൗസ്. അണ്ടർ റെസിപ്രോക്കൽ മെത്തേഡ് ദർ ആർ 3 മെത്തേഡ്സ്. അപ്പോൾ റെസിപ്രോക്കൽ മെത്തേഡിൽ 3 മെത്തേഡ് വരുന്നുണ്ട്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് വരുന്നുണ്ട്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വരുന്നുണ്ട്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വരുന്നുണ്ട്. റെസിപ്രോക്കൽ മെത്തേഡിൽ 3 മെത്തേഡാണ് വരുന്നത്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആൻഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ ഈ 3 മെത്തേഡിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമ്മൾ നോൺ റെസിപ്രോക്കൽ മെത്തേഡ്സ് കണ്ടു കഴിഞ്ഞു. അത് ലാസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. ഇനി റെസിപ്രോക്കൽ മെത്തേഡാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെസിപ്രോക്കൽ സർവീസസ് മെത്തേഡ്സിൽ ആദ്യമായിട്ട് നോക്കുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. In case of reciprocal services, the problem is that total overheads of one service department, say X, include a share from the total overhead of other department, say Y. Therefore, to ascertain total overheads of X, we should know total overhead of Y. And to ascertain total overhead of Y, we should know the total overhead of X. അതായത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ പറയുന്നത്, ഇപ്പോൾ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് കരുതുക, എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സിൽ കുറച്ച് വൈൻ്റെ ഓവർ ഹെഡ് കിടക്കുന്നുണ്ടാവും, അതേപോലെ വൈയിൽ കുറച്ച് എക്സിൻ്റെ ഓവർ ഹെഡ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും അറിയണമെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും ടോട്ടൽ ഓവർ ഹെഡ് തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. ഓക്കെ, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് മെട്രിക്സ് മെത്തേഡ് ഓർ ആൾജിബ്രൈക് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സാമ്പിൾ 4, എ കമ്പനി ഹാസ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു കമ്പനിക്ക് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഓക്കെ, ദ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് എ ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ആസ് ഫോളോസ്. അതായത് ഒരു ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സ്, വൈ ആൻഡ് സെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അപ്പോൾ എക്സിൽ 80,000, വൈയിൽ 70,000, സെഡിൽ 50,000. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി ആൻഡ് ഡബ്ല്യു ആണ്. പി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ 23,400 വരുന്നത്, ഡബ്ല്യു എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ 30,000 വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ദ എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ചാർജ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് സർവീസസ് റെൻഡേർഡ് ആസ് ഫോളോസ്. അതായത് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന എക്സ്പെൻസസ് എങ്ങോട്ട് ചാർജ് ചെയ്തിരിക്കുന്നു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ സർവീസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പിൻ്റെതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിലേക്ക് 20%, വൈയിലേക്ക് 40%, സെഡിലേക്ക് 30%, പിയിലേക്ക് വരുന്നില്ല, കാരണം അത് പി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഡബ്ല്യു എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 10% ഇവരുടെ എക്സ്പെൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സിൽ 40, വൈ 20, സെഡ് 20 ആൻഡ് പി 20. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ലാസ്റ്റിലേക്ക് പറയുന്നത്, എപ്പോർഷൻ ദ എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ബൈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. അതായത് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെൻസ് എപ്പോർഷൻ ചെയ്യാനാണ് പറഞ്ഞത് എങ്ങോട്ടേക്ക്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പ്രകാരം. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ലെറ്റ് എക്സ്, സ്മോൾ ലെറ്റർ എക്സ്, ബി ദ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി. അതായത് നമ്മൾ ഒരു ഇക്വേഷൻ കൊടുക്കുന്ന പോലെ ഈ ടോട്ടൽ എക്സ്പെൻസ് ഓഫ് നമ്മുടെ പി എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടോട്ടൽ എക്സ്പെൻസിന് എക്സ് എന്നായിട്ടാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിന് വൈ ആയിട്ട്, സ്മോൾ ലെറ്റർ വൈ ആയിട്ടാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ദെയർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 23,400 പ്ലസ് 20% ഓഫ് വൈ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 23,400 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കാം നമുക്ക് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ
20% എങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്? പിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ടോട്ടൽ കാണണം നമ്മൾ. ആദ്യം പിയുടെ ടോട്ടൽ വാല്യൂ ആണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ അതിലേക്ക് എന്തുകൂടി വന്നിട്ടുണ്ട്? ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 20% വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. എക്സ് ഓർ പി ഡിനോട്ട് ചെയ്തത് എക്സ് ആണല്ലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു 23,400 പ്ലസ് 20% ഓഫ് വൈ ഇസ് ഈക്വൽ ടു 30,000 പ്ലസ് 10% ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ വൈ എന്തായിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് വൈ ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിനെയാണ്. അത് 30,000 ഉണ്ട്. അതിൻ്റെ കൂടെ എന്താണ്? പി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 10% കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇക്വേഷൻ ഫോമിലേക്ക് എഴുതുക. എക്സ് ഇസ് ഈക്വൽ ടു 23,400 പ്ലസ് 0.2 ഓഫ് വൈ. അതായത് ഈ പെർസെൻറ്റേജിന് എന്ത് ചെയ്യുക? നമ്മുടെ ഡെസിമൽ ഫോമിലേക്ക് എഴുതുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതേപോലെ വൈ ഇസ് ഈക്വൽ ടു 30,000 പ്ലസ് 0.1 ഓഫ് എക്സ്. ഇത് രണ്ട് ഇക്വേഷനായിട്ട് എഴുതി വെക്കുക. ദെൻ റീഅറേഞ്ച് ദ ഇക്വേഷൻ ആൻഡ് മൾട്ടിപ്ലൈയിങ് ഇറ്റ് ബൈ 10. അതായത് ഈ ഡെസിമൽ ഒഴിവാക്കാനായിട്ട്, എലിമിനേറ്റ് ഡെസിമൽ ഒഴിവാക്കാനായിട്ട് ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, സോ എക്സ് വിൽ ബി, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 23,400 ഇൻറ്റു 0.2 വൈ ആണ്. അപ്പോൾ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 10x വരും. ഇവിടെ 2,34,000 വരും. ഇവിടെ എന്താണ്? 2y വരും. അതായത് 10x ഇസ് ഈക്വൽ ടു 2,34,000 ഇൻറ്റു 2y. എന്നിട്ട് റീഅറേഞ്ച് ചെയ്യുക. ഈ y എടുത്തിട്ട് എന്ത് ചെയ്യുക? സോറി, ഇവിടെ ആഡാണ് വരിക, പ്ലസ്സാണ് വരിക. ഈ വൈനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടുമ്പം 10x മൈനസ് 2y ഇസ് ഈക്വൽ ടു 2,34,000. അതേപോലെ തന്നെ ഈ ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്യുക 10 കൊണ്ട്. സോ ഇറ്റ് വിൽ ബി 10y ഇസ് ഈക്വൽ ടു 3 lakh പ്ലസ് എക്സ്. ഓക്കെ, 0.1xന് എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1x വരും. 1x ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ പ്ലസ് എക്സിനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്താവും? മൈനസ് എക്സ് ആവും. സോ 10y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 3 lakh. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മൈനസ് എക്സ് പ്ലസ് 10y ഇസ് ഈക്വൽ ടു 3 lakh. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. അടുത്ത കാര്യമായിട്ട് ചെയ്യാനായിട്ടുള്ളത് ഇക്വേഷൻ നമ്പർ 4നെ വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് ഈ ഇക്വേഷനല്ല നമ്മൾ എഴുതിയ മൈനസ് എക്സ് പ്ലസ് 10y ഇസ് ഈക്വൽ ടു 3 lakh എന്നൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇക്വേഷൻ നമ്പർ 4 ആയിട്ട്. അതിനെ വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? മൈനസ് 10xനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 10x പ്ലസ് 100y ഇസ് ഈക്വൽ ടു 30 lakh. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്താൽ 10x എലിമിനേറ്റ് ആയി പോകും. പോസിറ്റീവ് 100y പ്ലസ് നെഗറ്റീവ് 2y വിൽ ബി ഈക്വൽ ടു 98y. അതേപോലെ 30 lakh പ്ലസ് 2,34,000 വിൽ ബി ഈക്വൽ ടു 32,34,000. അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക. 98y is equal to 32,34,000. So y will be equal to 32,34,000 divided by 98, which is equal to 33,000. അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടി 33,000. വൈയുടെ വാല്യൂ 33,000. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ 3യിലേക്ക് ഈ വൈയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ did it in a slightly different pose because the bird transforms into the substituting this value in equation 3. ഈ y എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 33,000 കിട്ടി. അപ്പോൾ അത് ഇക്വേഷൻ 3യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 10x is equal to minus 2 into 33,000. y 33,000 ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2,34,000. സോ 10x മൈനസ്
66,000 is equal to 2,34,000. So 10x will be equal to 2,34,000 plus 66,000, which is equal to 10x is equal to 3 lakh and x will be equal to 30,000. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 30,000 ആണെന്നും വൈയുടെ വാല്യൂ 33,000 ആണെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇക്വേഷൻ 3ലേക്കല്ല, ഇക്വേഷൻ 4ലേക്ക് വേണമെങ്കിലും നമ്മുടെ 33,000 വൈയുടെ വാല്യൂ 33,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എക്സിൻ്റെ വാല്യൂ കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇത് ചെയ്യാം നമുക്ക്, അല്ലെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്താണ് എക്സിൻ്റെ വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ട്, എക്സും വൈയും കിട്ടിയിട്ടുണ്ട്. ഇവിടെയും കിട്ടിയിരിക്കുന്നത് 30,000 തന്നെയാണ്. കാര്യം അതേ വാല്യൂ തന്നെ കിട്ടുള്ളൂ ഏത് ഇക്വേഷനിൽ കൊടുത്താലും. ഇനി വേറൊരു രീതിയിൽ എക്സിൻ്റെ വാല്യൂ കാണാൻ അവിടെ കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 3/5 ആൻഡ് ആഡിങ് ഇൻ ഓർഡർ ടു ക്യാൻസൽ വൈ. എക്സിൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 എന്ന ഇക്വേഷനിലേക്ക് 5 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഇവിടെ -10y വരും, ഇവിടെ 10y വരും, അങ്ങനെ y വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് 49x is equal to 14,70,000 വരും. സോ x will be equal to 14,70,000 divided by 49 which is equal to 30,000. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ കാണാമെന്നാണ് പറഞ്ഞത്. നമ്മുടെ മെയിൻ ആവശ്യം എന്തായിരുന്നു, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കാണുക എന്നുള്ളത്. സോ എക്സ് വാസ് പി എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് 30,000 ആണെന്ന് മനസ്സിലായി. വൈ വാസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് W which is equal to 33,000. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 23,400 പ്ലസ് 20% ഓഫ് വൈ, പിന്നെന്താണ് ഇസ് ഈക്വൽ ടു 23,400 പ്ലസ് 20,000 ഓഫ് 33,000 which is equal to 30,000. അതായത് 23,400 കൂടെ 33,000 20%, അതായത് 6,600 ആഡ് ചെയ്താലും 30,000 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുമായിരുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അതിൻ്റെ ടേബിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ ആദ്യത്തെ റോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് വൈ ആൻഡ് സെഡ്, പി ആൻഡ് ഡബ്ല്യു ആയിരുന്നു നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മളിവിടെ സ്മോൾ ലെറ്റർ എക്സ് ആണ് ഇക്വേഷൻ ചെയ്യാൻ ഉപയോഗിച്ചത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആൻഡ് വൈ ആൻഡ് സെഡ് ആണ് ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിനോട്ട് ചെയ്തത്. അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഓവർഹെഡ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ 80,000 ആയിരുന്നു, എക്സിൽ, വൈയിൽ 70,000 ആയിരുന്നു, സെഡിൽ 50,000 ആയിരുന്നു. ഓക്കെ, ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി അത് 30,000 ആയിരുന്നു, അതിന് 90%, കാരണം അതിന് 10% സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യൂയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, അതായത് ഈ പി എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 10% കിടക്കുന്ന ഡബ്ല്യൂയിലാണ്. അപ്പോൾ 90%, ബാക്കിയുള്ള 90% ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 20%, 40%, 30% ആണ്. അപ്പോൾ 2:4:3 ആണ്. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യുവിൻ്റെത് 20% പിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് 80% ആണ് എന്തിൽ കിടക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ. അപ്പോൾ അത് 40%, 20%, 20% ആണ്. അത് 4:2:2 ആണ് അതിൻ്റെ ഈ പ്രൊപ്പോർഷനേറ്റ് അല്ലെങ്കിൽ എപ്പോർഷൻ റേറ്റ് എന്ന് വെച്ചാൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 90% ഓഫ് 30,000 ഈസ് ടു ബി ഡിവൈഡഡ് ഇൻ 2:4:3. അതായത് 27,000 എന്തായിട്ട് 2:4:3 ആയിട്ട് അതിനെ 9 into 2 എന്ന് വെച്ചിട്ട് ഇവിടെ കൊടുക്കുക. 9 into 4 12,000 ഇവിടെ കൊടുക്കുക. 9 into 3 അതായത് 27,000 ഡിവൈഡ് ബൈ 9 into 3 ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ അതാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി നമ്മളെങ്ങനെ അപ്പോർഷൻ ചെയ്യുന്നത്, ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നത്. ഇനി അതേപോലെ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡബ്ല്യു അത് 80% വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അതിൽ വരുന്നത് ഈ 33,000-ൻ്റെ 80%, അതായത് ഒരു 24,600 വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് ആണ് 24,400 ആണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് ഈ 4:2:2 എന്ന് പറയുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ കണ്ട റോ കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്തിട്ട് താഴെ ടോട്ടൽ ഓവർഹെഡ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ 90%-ൻ്റെയും 80%-ൻ്റെയും റീസൺ ആണ് ഇവിടെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതാണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. റെസിപ്രോക്കൽ
മെത്തേഡിൽ വരുന്ന സൈമൾട്ടേനിയസ് ഈക്വേഷൻ മെത്തേഡ്. സിമ്പിളാണ്. ആദ്യം ഇക്വേഷൻ പ്രകാരം രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റേയും ടോട്ടൽ ഓവർഹെഡ് ആദ്യം കാണുക എന്നുള്ളതാണ്. കാരണം കുറച്ച് ഓവർഹെഡ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതും കൂടി തിരിച്ചറിയണം. എന്തെങ്കിലും എന്തുള്ളൂ നമുക്കത് കൃത്യമായിട്ട് ടോട്ടൽ ഓവർഹെഡ് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റേയും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണോ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് പോകുന്നത് അതിന് കൃത്യമായിട്ട് പ്രൊപ്പോർഷനേറ്റ്ലി ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അടുത്തത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ഇൻ ദിസ് മെത്തേഡ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ അപ്പോർഷൻഡ് ടു ഓൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ എഗ്രീഡ് പെർസെൻറ്റേജ്. അതായത് ഈ മെത്തേഡ് പ്രകാരം ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എങ്ങോട്ടേക്ക് അപ്പോർഷൻ ചെയ്യുന്നു, എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്യുന്നു. ആൻഡ് അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, അപ്പോർഷൻ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു എഗ്രീഡ് പെർസെൻറ്റേജ്, എഗ്രി ചെയ്ത പെർസെൻറ്റേജ് പ്രകാരം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റ് എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ തന്നെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് റിപ്പീറ്റഡ്, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ടിൽ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ എക്സോസ്റ്റഡ് ഓർ ദ ഫിഗേഴ്സ് ബിക്കംസ് ടു സ്മോൾ. ഇത് എതുവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു? ടോട്ടൽ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയോ എക്സോസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഈ ഫിഗേഴ്സ് തീരെ ചെറുതാവുകയോ ചെയ്യുന്നത് വരേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. വെൻ ദ ഫിഗേഴ്സ് ബിക്കം വെരി സ്മോൾ ദേ ആർ അപ്പോർഷൻ ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺലി. ഫിഗേഴ്സ് തീരെ ചെറുതായി കഴിഞ്ഞാൽ പിന്നെ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ അപ്പോർഷൻ ചെയ്യുന്നുള്ളൂ. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് കണ്ടിന്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് കണ്ടിന്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. യു ആർ സപ്ലൈഡ് വിത്ത് ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് റിക്വയർഡ് ടു വർക്ക് ഔട്ട് ദ പ്രൊഡക്ഷൻ ഹവർ റേറ്റ്. അപ്പോൾ താഴെ കൊടുത്ത ഡാറ്റ പ്രകാരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രൊഡക്ഷൻ ഹവർ റേറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓഫ് റിക്കവറി ഓഫ് ഓവർ ഹെഡ്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, ബി ആൻഡ് സി. ഡിപ്പാർട്ട്മെൻറ്റ് എ, ബി ആൻഡ് സിയുടെ ഓവർ ഹെഡ് ഡിറ്റർമിൻ ചെയ്യാനാണ് അണ്ടർ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം. സോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ പ്രൈമറി ഓവർ ഹെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, ബി ആൻഡ് സി ആണ് വരുന്നത്. അത് 7,810 ആണ് എയിൽ വരുന്നത്. 12,543 ആണ് ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. സി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 4,547 ആണ് വരുന്നത്. ഇനി പി എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4,000, ക്യൂ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2,600 ആണ് വരുന്നത്. എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പി ആൻഡ് ക്യൂ ആർ അപ്പോർഷൻ ആസ് അണ്ടർ. അതായത് പി ആൻഡ് ക്യൂവിലൊന്ന് എക്സ്പെൻസ് ഓവർ ഹെഡ് എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യേണ്ടത് കൊടുത്താൽ അതിൻ്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. പി എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് അപ്പോർഷൻ ചെയ്യേണ്ടത് 30% എ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, 40% ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, 20% സി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ വേണ്ട, കാരണം ഇതിൻ്റെതാണ് അപ്പോർഷൻ ചെയ്യുന്നത്. ക്യൂ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 10%. ഇനി ക്യൂ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസ് 10% ടു എ, 20% ടു സി, 50% ടു സി, 20 to B and 50 to C and 20 to P, 20% to P. Estimated working hours of production are as under. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ എ 1000 hours ആണ്, ബി 2500 hours ആണ്, സി 1400 hours. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർ ഹെഡ്സ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഐറ്റം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എഴുതിയിട്ടുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എ, ബി ആൻഡ് സി ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പി ആൻഡ് ക്യൂ ആണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആദ്യം പ്രൈമറി ഓവർ ഹെഡ് ചെയ്ത് അവിടെ കൊടുത്തിരിക്കുന്നത് 7,810, 12,543, 4,547, 4,000 ഫോർ പി ആൻഡ് 2,600 ഫോർ ക്യൂ. അപ്പോൾ പി ആൻഡ് ക്യൂ ആണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആദ്യം പിൻ്റെ താഴത്തേക്ക് എടുത്ത് ചെയ്താൽ ഇവിടുന്ന് മൈനസ് ചെയ്ത് ചെയ്താൽ ഇത് ഏത് പ്രൊപ്പോർഷനേറ്റിലേക്ക് കൊടുക്കേണ്ടത്, 30:3:4:2:1 എന്ന് പറഞ്ഞ ഇക്വേഷനിലാണ് കൊടുക്കേണ്ടത്. സോ 4,000 വിൽ ബി ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 3 ആണ് ഇവിടെ വരിക, ഇൻറ്റു 4 ആണ് ഇവിടെ വരിക, ഇൻറ്റു 2 ആണ് ഇവിടെ വരിക, ഇൻറ്റു 1 ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ വരുന്നത് 1,200, 1,600, 800 ആൻഡ് 400. നെക്സ്റ്റ് വൺ, ക്യൂ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ 3,000 താഴത്തേക്ക് എടുത്ത് ചെയ്താൽ അത് ഏത് റേഷ്യോയിലാണ് നമ്മൾ കൊടുക്കുന്നത്, പ്രീവിയസ് പേജാണ്. അപ്പോൾ ക്യൂവിൽ എങ്ങനെ 3,000 വന്നതെന്ന് എല്ലാം നോക്കുക. ഇവിടെ 2,600 എഴുതി, അതിൻ്റെ കൂടെ ഈ പറഞ്ഞ
സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയ 4000 അല്ല 400 കൂടി എഴുതിയപ്പോൾ ഇവിടെ 3000 വന്നു. അത് ഏത് പ്രൊപ്പോർഷനേറ്റിലേക്ക് കൊടുക്കുക? 10:2:5:2. ഓക്കെ, 0 വെട്ടിക്കളയാം. 1:2:5:2 ആണ്. 1:2:5:2. ഓക്കെ, അപ്പോൾ ഇവിടെ 3000 ഡിവൈഡഡ് ബൈ 10 into 1 will be in production department A, and into 2 will be B, into 5 will be C, and into 2 will be P. ഓക്കെ, അപ്പോൾ ഈ 3000 ആ ഒരു 1:2:5:2 എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ അപ്പോർഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എത്ര വരുന്നുണ്ട്? ഇവിടെ 600 വരുന്നു. അപ്പോഴേക്കും ഇവിടുത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിലുള്ള അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ 600 ഇവിടെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് പിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പിയിലെ 600 നമ്മൾ നേരത്തെ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് പിയിൽ ചെയ്ത അതേ പ്രൊപ്പോർഷൻ പ്രകാരം വീണ്ടും എന്ത് ചെയ്യുക? അപ്പോർഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഇത് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ പിൻ്റെത് കഴിഞ്ഞാൽ പിന്നെ ക്യൂവിൻ്റെ ഈ 60 താഴത്തേക്ക് എടുത്ത് ചെയ്താൽ അതും ഈ ഒരു ഇക്വേഷൻ ഈ ഒരു പ്രൊപ്പോർഷൻ പ്രകാരം എന്ത് ചെയ്യുക? ഇവിടെ വീണ്ടും അപ്പോർഷൻ ചെയ്യുക. അപ്പോൾ വരുന്നത് 4:5:3. ആദ്യം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഈ 12 താഴത്തേക്ക് എടുത്ത് ചെയ്താൽ അതിനെ വീണ്ടും എന്ത് ചെയ്യുക? പിന്നെ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കരുത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം 60 ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ 12 ഇവിടെ കൊടുക്കാതെ, ഇത് ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഈ കോളം ഫുള്ളായിട്ടും ടോട്ടൽ ചെയ്യുക. ഇതിന് പ്രീവിയസ് പേജിലുണ്ട്, അതും കൂടി ചേർത്ത് ടോട്ടൽ ചെയ്യുക. ആ ടോട്ടൽ ചെയ്യുക, ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് ചെയ്യുക. എന്നിട്ട് പ്രൊഡക്ഷൻ അവേഴ്സ് കാണണമെങ്കിൽ ഈ ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ്. ഇവിടെ 9.5, ഇവിടെ 6.0, ഇവിടെ 5.0. ഓക്കെ, അപ്പോൾ ഇതാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ വരുന്നത്. There is one more method in reciprocal services method which is called as trial and error method. ഒരു മെത്തേഡും കൂടി reciprocal services methodൽ വരുന്നുണ്ട്. അതാണ് trial and error method. This method is more useful when there are 2 or more service departments. അതായത് ഈ മെത്തേഡ് എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ രണ്ടിലധികം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ. Under this method, the cost of first service department is apportioned to other service departments only. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ആദ്യം ചെയ്യുന്നത് ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ചെയ്യുന്നത് അപ്പോർഷൻ ചെയ്യുന്നത് ഗിവൺ പെർസെൻറ്റേജിൽ. ദെൻ ദ കോസ്റ്റ് ഓഫ് സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലസ് ഫ്രം ദ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അപ്പോർഷൻ ബാക്ക് ടു ദ ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നീട് ഈ സെക്കൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കോസ്റ്റിനെ വീണ്ടും ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നു. ദിസ് പ്രോസസ് ഇസ് റിപ്പീറ്റഡ് ടിൽ ദ എമൗണ്ട് ഓഫ് അപ്പോർഷൻമെൻറ്റ് ബിക്കംസ് നിൽ ഓർ നെഗ്ലിജിബിൾ. ഇത് എത്ര വരെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നെഗ്ലിജിബിൾ ആവുന്നവരെയോ അല്ലെങ്കിൽ നില്ലാവുന്നവരെയോ ഇത് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അപ്പോർഷൻമെൻറ്റ് മെത്തേഡ്സ്. ഓക്കെ, നോൺ റെസിപ്രോക്കൽ ഉണ്ടായിരുന്നു, റെസിപ്രോക്കൽ മെത്തേഡ്സ് ഉണ്ട്. റെസിപ്രോക്കലിൽ 3 ഉണ്ട്. അതിന് 2 മെത്തേഡിൻ്റെ പ്രോബ്ലം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒന്നിൻ്റെ തിയറി മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത് തിയറി ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വളരെ ആദ്യം തിയറി ആയിട്ട് നന്നായി പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പ്രോബ്ലം അതിൻ്റെ നന്നായിട്ട് നോക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഓക്കെ, നമ്മൾ അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് കണ്ടു, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് കണ്ടു. ഇനി നോക്കാൻ പോകുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ആണ്. ആഫ്റ്റർ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് വി കം ടു നോ ദ ടോട്ടൽ ഓവർ ഹെഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർ ഹെഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഓവർ ഹെഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ്, ഇത് അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഓവർ ഹെഡിനെ ഏത് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡിലേക്ക് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക, അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓർ ജോബ്സ് ക്യാരിഡ് ഔട്ട്, അല്ലെങ്കിൽ എത്ര ജോബ് ക്യാരി ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? അതിനെ അങ്ങോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ്. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മീനിങ് ആയി നോക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കാം, മീനിങ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് സിംപ്ലി മീൻസ് ചാർജിങ് ഓവർ ഹെഡ്സ് ടു എ കോസ്റ്റ് സെൻറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജിങ് ഓവർ ഹെഡ്സ് ഓഫ് എ കോസ്റ്റ് സെൻറ്റർ ഓർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിഫറെൻറ്റ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഇതാണ് പഠിക്കേണ്ട പോയിന്റ്, നമ്മുടെ ആൻസറിൽ വരേണ്ട പോയിന്റ്. ഓക്കെ, അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് സിംപ്ലി മീൻസ് ചാർജിങ് ഓവർ ഹെഡ്സ് ഓഫ് എ
cost center or production unit or production department to different cost units or products or jobs etc. അതായത് ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർ ഹെഡിനെ എങ്ങോട്ടേക്ക് ചാർജ് ചെയ്യുന്നു, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ജോബിലേക്കോ ഒരു പ്രൊഡക്റ്റിലേക്കോ എന്ത് ചെയ്യുക, അത് ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ജോബിൻ്റെ കോസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, ഓവർഹെഡ് അബ്സോർപ്ഷൻ മീൻസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് വേർഡ്, ശ്രദ്ധിക്കുക. കോസ്റ്റ് യൂണിറ്റിലേക്ക് ഓവർഹെഡ് അലോട്ട് ചെയ്യുന്നതിൻ്റെ പേരാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഇതിൽ പഠിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴെ ശ്രദ്ധിക്കാം. It is a special type of apportionment. Absorption of overhead is also known as recovery of overhead or application of overhead. Absorption of overhead ന്റെ മറ്റൊരു പേരാണ് recovery of overhead അല്ലെങ്കിൽ application of overhead. ശ്രദ്ധിക്കുക, absorption is done by means of overhead rates. Absorption എങ്ങനെ ചെയ്യുന്നത്? overhead ratesന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. The term overhead rate refers to the rate at which overheads are to be charged to different cost unit. അതായത് ഓവർഹെഡ് ഇത് ഓരോ കോസ്റ്റ് യൂണിറ്റിലേക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു റേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ഓവർഹെഡ് ടു ബി അബ്സോർബ്ഡ് ബൈ സൂട്ടബിൾ ബേസ്. അതായത് ഈ ഓവർഹെഡിന് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഒരു സൂട്ടബിൾ ബേസിൽ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളിത് അബ്സോർപ്ഷനിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിലേക്കോ അല്ലെങ്കിൽ ജോബിലേക്കോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ ഓവർഹെഡ് റേറ്റ്സ്? ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ്. അപ്പോൾ ഓവർഹെഡ് റേറ്റ്സ് എന്താ നമ്മൾ കണ്ടതാണ്. എന്താണ്? അബ്സോർപ്ഷൻ ഇസ് ഡൺ ബൈ മീൻസ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ്. ഓവർഹെഡ് റേറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അബ്സോർപ്ഷൻ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ്. താഴെ കൊടുത്തിരിക്കുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ്. അതിൽ ആദ്യത്തേത് ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് ആണ്. ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് ആണ് ആദ്യത്തേത്. ദിസ് റേറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ഓവർഹെഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓർ വാല്യൂ ഓഫ് ദ ബേസ് സെലക്റ്റഡ്. അപ്പോൾ ഈ റേറ്റ് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? എന്ത് ഡിവൈഡ് ചെയ്യുന്നു? ബൈ ഡിവൈഡിങ് ഓവർഹെഡ് എക്സ്പെൻസ്. ഓവർഹെഡ് എക്സ്പെൻസ് എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ഓവർഹെഡ് എക്സ്പെൻസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓർ വാല്യൂ ഓഫ് ദ ബേസ് സെലക്റ്റഡ്. ഒരു ബേസ് സെലക്ട് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റി ഓർ വാല്യൂ അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഓവർഹെഡ് എക്സ്പെൻസ് ആയി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ ഓവർഹെഡ് റേറ്റ് കിട്ടും. അടുത്തത് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആണ്. പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആണ് അടുത്തത്. ദിസ് റേറ്റ് ഈസ് ഡിറ്റർമിൻഡ് ഇൻ അഡ്വാൻസ് ഓഫ് ദ ആക്ച്വൽ പ്രൊഡക്ഷൻ. അതായത് ഈ റേറ്റ് ആദ്യമേ പ്രീ ഡിറ്റർമിൻ ചെയ്താണ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആക്ച്വൽ പ്രൊഡക്ഷന് മുൻപായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന റേറ്റ് ആണ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ഡിവൈഡിങ് ദ ബഡ്ജറ്റഡ് ഓവർഹെഡ്. ഇതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ബഡ്ജറ്റഡ് ഓവർഹെഡിനെ ഡിവൈഡ് ചെയ്യുന്നതുമായിട്ട് ഫോർ ദ അക്കൗണ്ടിങ് പീരീഡ് ബൈ ബഡ്ജറ്റഡ് ബേസ്. ഒരു ബഡ്ജറ്റഡ് ബേസ് വെച്ചിട്ട് ഇതിനെ ബഡ്ജറ്റഡ് ഓവർഹെഡുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. നെക്സ്റ്റ് വൺ ഈസ് സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ്. അടുത്തത് സിംഗിൾ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് റേറ്റ് ആണ്. വെൻ എ സിംഗിൾ റേറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഫോർ ഫാക്ടറി ആസ് എ ഹോൾ. ഒരു ഫാക്ടറിക്ക് മൊത്തമായിട്ടൊരു സിംഗിൾ റേറ്റ് വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ്. അതായത് ബ്ലാങ്കറ്റ് മീൻസ് എല്ലാം ഒരൊറ്റ റേറ്റിനുള്ളിൽ വരുന്ന പോലെ. ഓക്കെ, സിംഗിൾ ഓർ ബ്ലാങ്കറ്റ് റേറ്റ്. ഇനി അടുത്തത് സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വെൻ ഡിഫറെൻറ്റ് റേറ്റ്സ് ആർ അപ്ലൈഡ് ഫോർ ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇറ്റ് ഈസ് നോൺ ആസ് സെപ്പറേറ്റ് റേറ്റ്സ് ഓർ മൾട്ടിപ്പിൾ റേറ്റ്സ്. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, മൾട്ടിപ്പിൾ റേറ്റ്സ്. സോ സെപ്പറേറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ് ഓർ മൾട്ടിപ്പിൾ റേറ്റ്. ഓക്കെ, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് സെൻറ്റേഴ്സിനും എന്ത് കൊടുക്കുക, ഈ പറയുന്ന ഡിഫറെൻറ്റ് റേറ്റ് കൊടുക്കുക. അതാണ് സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ റേറ്റ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ഓർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. അതായത് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡും അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോർഷൻമെൻറ്റിൽ വരുന്നത് ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റേഴ്സ്. അതായത് കോസ്റ്റും കോസ്റ്റ് സെൻറ്ററും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് എന്തായിട്ട് പറഞ്ഞത്? അപ്പോർഷൻമെൻ്റ് ആയിട്ട് പറഞ്ഞത്. അബ്സോർപ്ഷൻ ആയിട്ട് പറഞ്ഞത് ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ടു കോസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ അപ്പോർഷൻമെൻറ്റ് ടു അബ്സോർപ്ഷൻ്റെ ഡിഫറൻസ്. അപ്പോൾ അപ്പോർഷൻമെൻറ്റിൽ പറഞ്ഞത് എന്താണ്? ഇത്
അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് കോസ്റ്റ്, അതായത് കോസ്റ്റിന് എന്തിലേക്ക് നമ്മൾ കൊടുക്കുന്നു, പ്രൊപ്പോർഷനിലേക്ക് കൊടുക്കുന്നു, കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക്. ഇവിടെ എന്താണ് അലോട്ട്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്സ് ആണ്. ഇതാണ് ഈ കോസ്റ്റ് സെൻറ്റേഴ്സും കഴിഞ്ഞ് കോസ്റ്റ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യുക, ഈ ഓവർ ഹെഡിനെ അലോട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ. ഇനി സെക്കൻഡ് പോയിന്റ് അപ്പോർഷൻമെൻറ്റിൽ പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ബിഫോർ അബ്സോർപ്ഷൻ, അബ്സോർപ്ഷന് മുൻപേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി അബ്സോർപ്ഷൻ പറഞ്ഞത് ഇറ്റ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ അപ്പോർഷൻമെൻറ്റ്. അപ്പോൾ ആദ്യം കോസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് കൊടുത്തതിന് ശേഷമാണ് കോസ്റ്റ് യൂണിറ്റിലേക്ക് ഓവർ ഹെഡ് വീതിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നടക്കുന്നത് അപ്പോർഷൻമെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് അബ്സോർപ്ഷൻ. മൂന്നാമത്തെ പോയിന്റ് സൂട്ടബിൾ ഓർ ഇക്വിറ്റബിൾ ബേസസ് ആർ യൂസ്ഡ്. ഇവിടെ സൂട്ടബിൾ അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ബേസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പെർസെൻറ്റേജ് റേറ്റ്സ് ഓഫ് ഓവർ ഹെഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓവർ ഹെഡിന് ഓരോ റേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 3 പോയിന്റ്സേ ഉള്ളൂ. ചെറിയ മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അബ്സോർപ്ഷൻ അതേപോലെ അപ്പോർഷൻമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തതായിട്ട് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർപ്ഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഫോളോയിങ് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്. സോ ഫാക്ടറി ഓവർ ഹെഡ് അബ്സോർപ്ഷന് വേരിയസ് മെത്തേഡ്സ് ആണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. ആദ്യത്തെ പോയിന്റിൻ്റെ പേരാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ഓവർ ഹെഡ്സ് ആർ അബ്സോർബ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് പ്രകാരം. ദ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്, ദാറ്റ് ഈസ് ഓവർ ഹെഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ഓഫ് എ ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡിനെ എന്തോ ഡിവൈഡ് ചെയ്യുന്നു, ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിൽ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നത്. ദ റേറ്റ് മേ ബി ആക്ച്വൽ ഓർ പ്രീ ഡിറ്റർമിൻഡ്. റേറ്റ് ഒന്നുകിൽ ആക്ച്വൽ ആയിരിക്കാം അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കാം. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ് യൂണിറ്റ് റേറ്റ് മെത്തേഡ് ഓർ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് കോസ്റ്റ് മെത്തേഡ്. ഈ മെത്തേഡിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, കോസ്റ്റ് യൂണിറ്റ് റേറ്റ് മെത്തേഡ്. കോസ്റ്റ് യൂണിറ്റ് റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് മെത്തേഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ താഴെ കൊടുത്ത് ശ്രദ്ധിക്കാം. ദ ഫാക്ടറി ഓവർ ഹെഡ് ഇസ് ₹16,000 ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇസ് 80,000 ആൻഡ് ദ ഓവർ ഹെഡ് റേറ്റ് വിൽ ബി ₹0.2 ഓർ 20 പൈസ. അതായത് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, 16,000 80,000 ആയി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സപ്പോസ് 1000 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്, ദെൻ 1000 into 0.2 or 20 paisa will be equal to 200 will be charged to product. Okay, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് ഈസ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്. പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ബേസ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്. ഈ മെത്തേഡിൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽസിനെ എന്തായിട്ട് ഇൻ ദ മാനുഫാക്ചർ ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ബേസ്. ഇവിടെ അതിനാണ് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട്. ദ ഓവർ ഹെഡ് റേറ്റ് ഓർ അപ്ലിക്കേഷൻ ഓർ റിക്കവറി ഓർ അബ്സോർപ്ഷൻ റേറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഇവിടെ ഓവർ ഹെഡ് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. ഫാക്ടറി ഓവർ ഹെഡിനെ ഡയറക്റ്റ് മെറ്റീരിയലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനെ 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മെത്തേഡിൻ്റെ പേര് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, ഡയറക്റ്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് അമൗണ്ടിങ് to ₹80,000 and the factory overhead is ₹20,000, then the overhead absorption rate will be 25%, which will be equal to 20,000 divided by 80,000 into 100. ഇങ്ങനെയാണ് ഇത് ഫാക്ടറി ഓവർ ഹെഡിനെ എന്ത് ചെയ്യുക, ഫാക്ടറി ഓവർ ഹെഡിനെ എന്ത് ഡിവൈഡ് ചെയ്യുക, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡിവൈഡ് ചെയ്യുക, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 25,000 കിട്ടി. ഇഫ് ₹8,000 have been spent on materials of job undertaken in this department, ₹2,000 will be charged as overhead to this job, that is 25% of 8,000. ഇവിടെ 8,000 ആണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചിലവ് വന്നതെങ്കിൽ 25% ഈ ഓവർ ഹെഡ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 25% നമ്മൾ എടുക്കുക. അതുകൊണ്ട് ₹2,000 ആയിരിക്കും വരിക. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് ഈസ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ആദ്യം കണ്ടത് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് ആയിരുന്നു. തേർഡ് മെത്തേഡ് ഈസ് പെർസെൻറ്റേജ് ഓൺ
direct labor cost or wage method. Okay, under this method, direct wages are taken into account for calculation of the absorption rate. ഈ മെത്തേഡിൽ എന്താ പറയുന്നത്, ഡയറക്റ്റ് വേജസ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ കാൽക്കുലേഷൻ ഓഫ് അബ്സോർപ്ഷൻ റേറ്റ്. ഓവർ ഹെഡ്സ് ആർ ചാർജ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ്. ഇവിടെ ഓവർ ഹെഡ് എന്താണ്, ഡയറക്റ്റ് വേജിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് ചാർജ് ചെയ്യുന്നു. വേജസ് ഇൻകേർഡ് ഓൺ പ്രൊഡക്ട്സ് ഓർ ജോബ്, പ്രൊഡക്ട്സിനും ജോബ്സിനുമായിട്ട് അത് യൂസ് ചെയ്യുന്നു. ദ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഓർ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. അടുത്ത പേജിലാണ് വരുന്നത്, ശ്രദ്ധിക്കാം. ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ഓക്കെ, സോ വേജസ് മെത്തേഡിൽ വരുന്നത് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100ലാണ് നമുക്ക് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഫാക്ടറി ഓവർഹെഡ് ആൻഡ് ഡയറക്റ്റ് വേജസ് ഇൻ എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആർ അമൗണ്ടഡ് ടു rupees 10,000 and 50,000 respectively. The percentage of factory overhead over direct wages will be 20%, which is 10,000 divided by 50,000 into 100. Okay, factory overhead 10,000 ആണ്, നമ്മുടെ ഡയറക്റ്റ് വേജസ് 50,000 ആണ്. അപ്പം എന്ത് ചെയ്യുക, ഇവിടെ 10,000 വരും, ഇവിടെ 50,000 വരും. അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 20%. ഓക്കെ, ഇഫ് ഡയറക്റ്റ് ലേബർ cost of a job is 6,000, then 1,200, that is 20% of 6,000 will be charged to the job as factory overhead. Okay, നാലാമത്തെ പോയിന്റ്, പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡ്. പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡ് ആണ് നാലാമത്തെ പോയിന്റ്. അണ്ടർ ദിസ് മെത്തേഡ് പ്രൈം കോസ്റ്റ് ഈസ് ടേക്കൺ ആസ് ദ ബേസ്. ഈ ഒരു മെത്തേഡ് പ്രകാരം പ്രൈം കോസ്റ്റ് ആണ് ബേസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. For the absorption of overhead, prime cost, direct material, direct labor and direct expense ആണ് prime cost. Okay, so prime cost is the total of direct material cost and direct wage. Okay, so factory overhead divided by prime cost into 100 ആണ് വരിക. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ് ഇൻ എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇസ് 12,000 and the direct material cost and wages incurred in the department are 60,000 and 40,000 respectively. The overhead റേറ്റ് വിൽ ബി 12%. അതായത് ഇവിടെ ഫാക്ടറി ഓവർഹെഡ് മുകളിൽ ചെയ്താൽ എത്ര വരും, 12,000 ഇവിടെ വരും. 12,000 വിൽ ബി ഹിയർ. താഴെ പ്രൈം കോസ്റ്റ് ആണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 60,000 പ്ലസ് 40,000 വിച്ച് ഇസ് ഈക്വൽ ടു 10 lakh. സോ 12,000 ഡിവൈഡ് ബൈ 10 lakh അല്ല 1 lakh വരികയാണ്. 12,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 12% ആണ് നമ്മുടെ ഓവർഹെഡ് റേറ്റ് വരിക. If material cost and wages respect of a job are rupees 10,000 and 8,000 respectively, the overhead charge to the job would be 2,160 which is equal to 12% of 18,000. 18,000 എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി എന്താണ്, സമ്മാണ്. ഓക്കെ, 10,000 പ്ലസ് 8,000, അതിൻ്റെ 12% is 2,160. അതാണ് പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡ്. ഇനി അടുത്തത് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ഓവർ ഹെഡ്സ് ആർ അബ്സോർബ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വർക്ക്ഡ്. ഈ ഒരു മെത്തേഡ് പ്രകാരം ഓവർ ഹെഡ്സ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്, ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് വർക്ക്ഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദ ഓവർ ഹെഡ് റേറ്റ് ഇസ് ഒബ്റ്റെയിൻ ബൈ ഡിവൈഡിങ് ഓവർ ഹെഡ്സ് ടു ദ അബ്സോർബ് നമ്പർ ഓഫ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. സോ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. ഓക്കെ, ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്, ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഇഫ് ടോട്ടൽ മാനുഫാക്ചറിങ് ഓവർഹെഡ് ഈസ് 8,000 ആൻഡ് ദ നമ്പർ ഓഫ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ഈസ് 20,000 then the labor hour rate is rupees 0.4 or 40 പൈസ. ഓക്കെ, അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 8,000 ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്, 8,000 ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലേബർ ഹവേഴ്സ് ഈസ് 20,000. സോ 8,000 ഡിവൈഡ് ബൈ 20,000 വിച്ച് വിൽ ബി ഈക്വൽ ടു 0.4 rupees or 40 paisa. Okay, if a job takes 1,500 labor hours, overheads will be rupees 600. Okay, that is 1,500 into 40 paisa or 0.5 rupees. Sorry, 0.4 rupees. That is equal to 600. അതായിരുന്നു അഞ്ചാമത്തെ പോയിന്റ്, അല്ലെങ്കിൽ അഞ്ചാമത്തെ മെത്തേഡ്, ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ്. ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. ഓക്കെ, next method is machine hour rate method. Next method is machine hour rate method. This method is used in those factories where machines are important. അപ്പോൾ ഈ ഒരു മെത്തേഡ് എവിടെ യൂസ് ചെയ്യുന്നത്, മെഷീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറീസിലാണ് യൂസ് ചെയ്യുന്നത്.
In this method, the overheads are charged to production on the basis of number of machine hours spent on the job. അപ്പോൾ ഈ ഒരു മെത്തേഡ് എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ മെഷീൻ അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ബേസിൽ ഓവർഹെഡ് അബ്സോർബ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ്. മെഷീൻ അവർ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല: ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ മെഷീൻ അവേഴ്സ്. For example, factory overhead for a period is rupees 15,000 and the number of machine hours is 7,500. So ഇവിടെ ഫാക്ടറി ഓവർഹെഡിന് നേരെ ഇവിടെ എത്ര വരും? 15,000 വരും. ഓക്കെ, ഇവിടെ 7,500 വരും, 2 വരും. ഓക്കെ, so the machine hour rate will be rupees 2. If 250 machine hours are spent on a job, the overheads to be charged to the job will be rupees 500. That is 250 into 2, 500. The next point is dual hour rate method. Dual hour rate method. This method is used where manual laborers and machines are equally important. Dual hour rate method. In such cases, overheads are classified into 2. ഈ കേസുകളിൽ ഓവർഹെഡ് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഡുവൽ ഹവർ റേറ്റ് ആണല്ലോ. ഓവർഹെഡ്സ് റിലേറ്റഡ് ടു മാനുവൽ ലേബർ ആൻഡ് ഓവർഹെഡ്സ് റിലേറ്റഡ് ടു മെഷീൻ. അതായത് മെഷീൻ വന്ന ഓവർഹെഡും പിന്നെ അതേപോലെ മാനുവൽ ലേബറിൽ വന്ന ഓവർഹെഡും. The overheads related to machines are absorbed on the basis of machine hour rate and the overheads related to manual labor are absorbed on the basis of labor hour rate. Thus, it is a combination of direct labor hour rate and machine hour rate. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റും അതേപോലെ തന്നെ മെഷീൻ ഹവർ റേറ്റും നമ്മൾ നേരത്തെ കണ്ട അത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് അറിയാം രണ്ടിൻ്റെയും ഇക്വേഷൻസ് കൃത്യമായിട്ട് ആ മെത്തേഡ്സ് നമ്മൾ കണ്ടതാണ്. നമുക്ക് എക്സാമ്പിൾ 6 പരിശോധിക്കാം. ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ ഫാക്ടറി ഫേർണിഷസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ മന്ത് ഓഫ് ഒക്ടോബർ. അതായത് ഒരു ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മന്ത് ഓഫ് ഒക്ടോബറിൽ ചില ഡാറ്റ ഫേർണിഷ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എന്താണ്? മെറ്റീരിയൽസ് യൂസ്ഡ് 54,000 ആണ്, ഡയറക്റ്റ് വേജ് 45,000 ആണ്, ലേബർ ഹവേഴ്സ് വർക്ക്ഡ് 36 hours ആണ്, ഓവർഹെഡ്സ് ചാർജബിൾ ടു ഡിപ്പാർട്ട്മെൻറ്റ് 36 rupees ആണ്. ഓക്കെ, ഇവിടെ 54,000 rupees, 45,000 rupees ഡയറക്റ്റ് വേജസ്, ലേബർ ഹവേഴ്സ് വർക്ക്ഡ് ഇസ് 36,000 hours and overheads chargeable to department is 36 rupees. For an order executed by the department during the period, the relevant information was as under: material used is rupees 6,000, direct wages 3,200 and labor hours worked is 3,200 hours. Calculate overhead charges chargeable to the job. അതായത് ഓവർഹെഡ് ചാർജ് ഓരോ ജോബിന് എങ്ങനെ ചാർജ് ചെയ്യണം, അതായത് എങ്ങനെ അബ്സോർബ് ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫോളോയിങ് മെത്തേഡ്സ് by the following methods. One is labor hour rate method, the second one is direct material cost percentage. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ അതിൽ സൊല്യൂഷനിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ലേബർ ഹവർ റേറ്റ് മെത്തേഡാണ്. അപ്പോൾ ലേബർ ഹവർ റേറ്റ് ആദ്യം കാണണം നമുക്ക്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ മെത്തേഡിൽ കണ്ടതാണ്. ഓവർഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. ഓവർഹെഡ് എത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത്? ഓവർഹെഡ് നിങ്ങൾ ആദ്യം ഇവിടെ നോക്കേണ്ടത്. ഓവർഹെഡ് ചാർജബിൾ ടു ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 36,000 ആണ്. ഇവിടെ വന്ന ലേബർ അവേഴ്സ് വർക്ക്ഡും 36,000 ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഇവിടെ വന്നിരിക്കുന്ന ലേബർ ഹവർ റേറ്റ് ഈസ് ₹1. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് ഈസ് ലേബർ ഹവേഴ്സ് സ്പെൻഡ് ഓഫ് ഓർഡർ. ലേബർ ഹവേഴ്സ് എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? 3,200 വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓവർഹെഡ്സ് ചാർജബിൾ ടു ദ ജോബ് ഈസ് 3,200 into 1 which is equal to rupees 3,200 itself. ഓക്കെ, അപ്പോൾ 3,200 രൂപയാണ് ഇവിടെ നമ്മുടെ ഓവർഹെഡ് ഓഫ് ദ ജോബ് അക്കോർഡിംഗ് ടു ലേബർ ഹവർ റേറ്റ് മെത്തേഡിൽ വരുന്നത്. ഇനി അടുത്തത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർസെൻറ്റേജ് മെത്തേഡാണ്. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡ് ഓൺ മെറ്റീരിയൽ കോസ്റ്റ് ആണത്. ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽസ് ഇൻറ്റു 100 ആദ്യം പെർസെൻറ്റേജ് കാണണം. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർഹെഡ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം, 36,000 ആണ്. ഓക്കെ, 36,000 ആണ്. മെറ്റീരിയൽസ് യൂസ്ഡ് ഈസ് 54,000. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഡിവൈഡ് ചെയ്യുക. 36,000 ഡിവൈഡ് ബൈ 54,000 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 66.67%. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ദ ഓർഡർ ഈസ് 6,000. അത് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ് യൂസ്ഡ്, okay, 6,000 for the product. So
overheads chargeable to the job is equal to 6,000 into 66.67%, which is equal to 4,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അബ്സോർപ്ഷൻ്റെ പ്രോബ്ലം വരുന്നത്, ശ്രദ്ധിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മെയിൻ പോയിന്റ് ആണ് പഠിക്കാനായിട്ടുള്ളത്, മെഷീൻ ഹവർ റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് മെഷീൻ ഹവർ റേറ്റ് എന്ന് നോക്കാം. മെഷീൻ ഹവർ റേറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെത്തേഡാണ് മെഷീൻ ഹവർ റേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദോസ് ഫാക്ടറീസ് വെയർ മെഷീൻസ് ആർ പ്രിഡോമിനൻറ്റ്. അതായത് ഇത് എത്തരം ഫാക്ടറീസിലാണ് യൂസ് ചെയ്യുക? മെഷീൻസ് ആണ് പ്രിഡോമിനൻറ്റ്, മെഷീൻസിലാണ് മേൽക്കൈ, കൂടുതൽ പ്രൊഡക്ഷനും മെഷീൻസ് വഴിയാണ് നടത്തുന്നതെങ്കിൽ അത്തരം ഫാക്ടറീസിലാണ് മെഷീൻ ഹവർ റേറ്റ് മെയിനായിട്ടും യൂസ് ചെയ്യുക. ഓക്കെ, മെഷീൻ ഹവർ റേറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മെഷീൻ പെർ അവർ. അതായത് ഒരു കോസ്റ്റ് ഓഫ് ഒരു മെഷീൻ ഓടിക്കുന്നതായിട്ടുള്ള ചിലവായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മെഷീൻ ഹവർ റേറ്റ് വരിക. ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് റിലേറ്റിംഗ് ടു എ മെഷീൻ ബൈ ദ നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ്. ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അതായത് ഒരു എത്ര ഓവർ ഹെഡ് ഒരു മെഷീൻ, ഓവർ ഹെഡ് മീൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ടോട്ടലാണ് ഓവർ ഹെഡ്. അപ്പോൾ ഒരു മെഷീൻ ഓടിക്കാൻ വേണ്ട ഓവർ ഹെഡ് എത്ര വന്നു, അതിനെന്തായി ഡിവൈഡ് ചെയ്യാൻ നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സായി ഡിവൈഡ് ചെയ്താൽ നമുക്ക് മെഷീൻ ഹവർ റേറ്റ് ലഭിക്കും. ഓർ വർക്കിംഗ് ഹവേഴ്സ് ഓഫ് ദ മെഷീൻ. എ സെപ്പറേറ്റ് മെഷീൻ ഹവർ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് മെഷീൻ. ഓരോ മെഷീനും സെപ്പറേറ്റ് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ടൈപ്സ് ഓഫ് മെഷീൻ ഹവർ റേറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ഹവർ റേറ്റ് വരുന്നുണ്ട്. അത് 3 വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ്. അപ്പോൾ എന്താണ് സിമ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റ് എന്നുള്ളത് നോക്കാം. ദിസ് മെഷീൻ ഹവർ റേറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ വേജസ്. ഈ മെഷീൻ ഹവർ റേറ്റിൽ വേജിനെ പരിഗണിക്കില്ല. In this case only indirect expense directly relating to running of a machines are included. അതായത് ഇതിൽ വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഈ ഒരു മെഷീൻ ഓടിക്കാനായിട്ട് വന്ന ബന്ധമായിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഈ ഒരു സിമ്പിൾ ഓർ ഓർഡിനറി മെഷീൻ ഹവർ റേറ്റിൽ യൂസ് ചെയ്യുന്നത്. വേജസ് ആർ നോട്ട് യൂസ്ഡ് ഓർ ടേക്കൺ. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി അടുത്തത് ശ്രദ്ധിക്കാം, കോമ്പസിറ്റ് ഓർ കോംപ്രിഹെൻസീവ് മെഷീൻ ഹവർ റേറ്റ്. അടുത്തത് കോമ്പസിറ്റ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് മെഷീൻ ഹവർ റേറ്റ് ആണ്. ദിസ് മെഷീൻ ഹവർ റേറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ബോത്ത് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ കോമ്പസിറ്റ് ആണ്, കോംപ്രിഹെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള വേജും അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇവിടെ പരിഗണിക്കും. ഓക്കെ, ദസ് ഇൻ എ കോംപ്രിഹെൻസീവ് മെഷീൻ ഹവർ റേറ്റ് ഫാക്ടറി ഓവർഹെഡ് ആൻഡ് ഡയറക്റ്റ് വേജസ് ആർ അബ്സോർബ്ഡ് ഇൻ എ സിംഗിൾ റേറ്റ്. അതുകൊണ്ട് തന്നെ കോംപ്രിഹെൻസീവ് മെഷീൻ ഹവർ റേറ്റിൽ ഫാക്ടറി ഓവർഹെഡും അതേപോലെ ഡയറക്റ്റ് വേജും എന്താണ് കൃത്യമായിട്ട് ഇതിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ഇനി മൂന്നാമത്തെ പോയിന്റ് ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റ് ആണ്. വേർ ഓവർഹെഡ് റേറ്റ്സ് ആർ ഡിറ്റർമിൻഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ്. അതായത് ഇവിടെ ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസിന് ഒരു മെഷീൻ ഹവർ റേറ്റ് നമ്മൾ എന്താണ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റ്. ഓക്കെ, ഗ്രൂപ്പ് മെഷീൻ ഹവർ റേറ്റ്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് മെഷീൻ ഹവർ റേറ്റ്. മെഷീൻ ഹവർ റേറ്റിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. Advantages of machine hour rate are as follows. It is a scientific, accurate and logical method of overhead absorption. ഇത് വളരെ സയൻറ്റിഫിക് ആണ്, ആക്യുറേറ്റ് ആണ്, അത് ലോജിക്കൽ മെത്തേഡാണ്. എന്ത് ഓവർഹെഡ് അബ്സോർപ്ഷൻ വളരെ സയൻറ്റിഫിക്, ആക്യുറേറ്റ് ആൻഡ് ലോജിക്കൽ മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ദ റിലേറ്റീവ് എഫിഷ്യൻസീസ് ഓഫ് വേരിയസ് മെഷീൻസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഈസിലി. ഓരോ മെഷീൻ്റെയും എഫിഷ്യൻസി, എത്രമാത്രം പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ട്, ഏത് തോതിൽ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ മെഷീൻ ഹവർ റേറ്റ് കൃത്യമായിട്ടും സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ നോയിങ് ഐഡിൽ ടൈംസ് ഓഫ് മെഷീൻ. ഇന്നും എന്താണ് ഈ ലേബർ വരുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾക്ക് വരുന്ന പോലെ ഐഡിൽ ടൈം വരും, മെഷീൻ നിർത്തിയിടുന്ന സമയം വരും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്താണ് ഇത് സഹായിക്കും. ഓക്കെ, ഇനി എന്താണ് നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ ജോബ്. അതായത് ഒരു ജോബിൻ്റെ കോസ്റ്റ് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്താണ് നമുക്ക് അത് മനസ്സിലാക്കാൻ അത് എന്താണ് സഹായിക്കും, കൃത്യമായിട്ടും അനുമാനിക്കാൻ ഇത് ഇനി അടുത്ത പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഈച്ച് മെഷീൻ. അതായത് ഓരോ മെഷീൻ്റെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതിന് വരുന്ന പ്രവർത്തന ചെലവ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ മെഷീൻ ഹവർ റേറ്റ് സഹായിക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു ഗുണമായിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത്, ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ദ ടൈം ഫാക്ടർ. അതായത് സമയത്തിൻ്റെ ആ ഒരു സമയമാകുന്ന ആ ഒരു ഘടകത്തെ അത് കൃത്യമായിട്ട് എന്താണ് പരിഗണിക്കുന്നുണ്ട്, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, സമയത്തിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഏഴാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു കോട്ട് മോർ ആക്യുറേറ്റ് സെല്ലിംഗ് പ്രൈസ് ഫോർ ജോബ്. അതായത് ഒരു ജോബിൻ്റെ കൃത്യമായിട്ടുള്ള സെല്ലിംഗ് പ്രൈസ്, നമ്മൾ ഈ കോസ്റ്റ് ഒക്കെ കണക്കാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു പ്രൈസ് ഫിക്സ് ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ
പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു കോസ്റ്റ് കണ്ട് അതിൻ്റെ മേലെ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ജോബിനും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കോസ്റ്റ് ആദ്യം കാണണം, അതിന് വേണ്ടി നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, കൃത്യമായിട്ടൊരു ജോബിനൊരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ മെഷീൻ ഹവർ റേറ്റ് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് മെഷീൻ ഹവർ റേറ്റ് ആണ്. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, തിയറി ആയിട്ടൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചു പോകാം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് ഇതിന് റെലവൻസ് വരാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി ബോൺ ഇൻ മൈൻഡ് വൈൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ ഹവർ റേറ്റ്. അതായത് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലൂടെ പോകണം എന്നാണ് പറയുന്നത്. ഡിവൈഡ് ഓവർ ഹെഡ്സ് റിലേറ്റിംഗ് ടു മെഷീൻ ഇൻറ്റു 2. അതായത് മെഷീനായിട്ട് റിലേറ്റ് ആയിട്ട് ഓവർ ഹെഡ് രണ്ടായി തരംതിരിക്കുക. സ്റ്റാൻഡിങ് ചാർജസ്, ദാറ്റ് ഈസ് ഫിക്സ്ഡ് ചാർജസ്, ആൻഡ് മെഷീൻ എക്സ്പെൻസസ് ഓർ വേരിയബിൾ ചാർജ്. ഒരു മെഷീനിന് ഒരു ഫിക്സ്ഡ് ചാർജ് വരും, അത് വാങ്ങാൻ വന്ന ചിലവ് എന്നാണ് ഒരു ഫിക്സ്ഡ് ചാർജാണ്. വേരിയബിൾ ചാർജ് ചിലപ്പോൾ അത് എത്രമാത്രം ഓടിക്കുന്ന, അത് കൺസ്യൂം ചെയ്യുന്ന പവർ എത്ര ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്യൂൽ ആണെങ്കിൽ അതിന് വരുന്ന ചിലവ് എന്താണ്, ഇതൊക്കെയാണ് എന്ത് വേരിയബിളിൽ പ്രധാനമായിട്ടും വരിക. ഓക്കെ, വേരിയബിൾ അല്ലെങ്കിൽ മെഷീൻ എക്സ്പെൻസസിൽ. അതേപോലെ മെഷീൻ ഡിപ്രിസിയേഷൻ റേറ്റ് എങ്ങനെയാണ്, അതിന് വരുന്ന മെയിൻ്റനൻസ് ചാർജ് എങ്ങനെയാണ്, ഇതൊക്കെ വേരിയബിളിൽ വരും. ഇനി സെക്കൻഡ് പോയിന്റ് ഈസ് റെൻറ്റ്, റേറ്റ്സ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ്, സൂപ്പർവിഷൻ, വേജസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആൻഡ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എക്സെട്ര മേ ബി ഡിവൈഡഡ് ആസ് സ്റ്റാൻഡിങ് ചാർജസ്. ഈ പറഞ്ഞ റെൻറ്റ്, റേറ്റ്, ലൈറ്റിംഗ്, ഈ പറഞ്ഞ ഇൻഷുറൻസ്, സൂപ്പർവിഷൻ, വേജസ് ഓഫ് ഓപ്പറേറ്റർ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, പിന്നെ കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ഇതൊക്കെ എന്തിൽ വരും, സ്റ്റാൻഡിങ് ചാർജിൽ വരും. ഡിപ്രിസിയേഷൻ, പവർ, റിപ്പയർ, സ്റ്റീം, വാട്ടർ എക്സെട്ര മേ ബി ട്രീറ്റഡ് ആസ് മെഷീൻ എക്സ്പെൻസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന മെഷീൻ എക്സ്പെൻസസ്. ഓക്കെ, ഡിപ്രിസിയേഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് സ്റ്റാൻഡിങ് ചാർജ് ഓൾസോ. ഡിപ്രിസിയേഷൻ ചിലപ്പോൾ നമുക്കൊരു സ്റ്റാൻഡിങ് ചാർജ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ചാർജ് ആയിട്ട് എന്താണ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, എസ്റ്റിമേറ്റ് ദ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ് ഓഫ് ദ മെഷീൻ, വൺ മെഷീൻ ഫോർ എ പീരീഡ്, ഡേ ഓർ വീക്ക് or month or year, and divide this total by working hours of the machine, effective working hours for that period. This gives standing charge per machine. അതായത് ഒരു മെഷീൻ്റെ എന്ത് ചെയ്യുക, ഒരു പീരീഡ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡിങ് ചാർജ് പെർ മെഷീൻ അവറിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് എന്താ പറഞ്ഞത്, മെഷീൻ എക്സ്പെൻസസ് ആർ ടു ബി എസ്റ്റിമേറ്റഡ് സെപ്പറേറ്റ്ലി. ഈ മെഷീൻ്റെ വേരിയബിൾ ചാർജ് അല്ലെങ്കിൽ മെഷീൻ്റെ എക്സ്പെൻസസ് എന്താണ്, അത് സെപ്പറേറ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദീസ് ആർ ഡിവൈഡഡ് ബൈ നോർമൽ വർക്കിംഗ് അവേഴ്സ്. ഇതിനെ നോർമൽ വർക്കിംഗ് അവേഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഗിവ്സ് ഹവർലി റേറ്റ്സ് ഫോർ ഈച്ച് ഐറ്റം. ഓരോന്നിനപ്പോൾ ഒരു ഹവർലി റേറ്റ് കൃത്യമായിട്ടും നമുക്ക് ലഭിക്കും. ഇനി അടുത്തത് 7ാമത്തെ പോയിന്റ്, ദ ടോട്ടൽ ഓഫ് സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ ആസ് പെർ 5 ആൻഡ് ദ മെഷീൻ എക്സ്പെൻസ് ആസ് പെർ 6 ഗിവ്സ് ദ മെഷീൻ ഹവർ റേറ്റ്. അതായത് ഇത് രണ്ടും കൂടി എന്താണ് ടോട്ടൽ ചെയ്താൽ ടോട്ടൽ മെഷീൻ അവർ റേറ്റ് നമുക്ക് ലഭിക്കും. ഇഫ് ഓർഡിനറി മെഷീൻ അവർ ഈസ് ടു ബി കമ്പ്യൂട്ടഡ്, ഡയറക്റ്റ് വേജസ് ഓർ ഓപ്പറേറ്റേഴ്സ്, മെഷീൻ മെൻ, മെഷീൻ അറ്റൻഡൻറ്റ് എക്സെട്ര ഷുഡ് ബി എക്സ്ക്ലൂഡഡ്. ഓർഡിനറി മെഷീൻ അവർ റേറ്റ് കിട്ടണമെങ്കിൽ ഈ ഓപ്പറേറ്ററിന് കൊടുക്കുന്ന ഡയറക്റ്റ് വേജ്, മെഷീൻ മെന്നിന് കൊടുക്കുന്ന ഡയറക്റ്റ് വേജ്, മെഷീൻ അറ്റൻഡൻറ്റിന് കൊടുക്കുന്ന ഡയറക്റ്റ് വേജ് ഒക്കെ എന്ത് ചെയ്യുക, എക്സ്ക്ലൂഡ് ചെയ്യുക. അതൊക്കെ ലേബറിൽ പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മെഷീൻ അവർ റേറ്റ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് അതൊക്കെ ലേബറിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ്. മെഷീൻ അവർ റേറ്റ് അപ്പോൾ നമുക്ക് എന്താണ്, ഓർഡിനറി മെഷീൻ അവർ റേറ്റ് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് 9th പോയിന്റ് നോക്കാം. ഇഫ് കോംപ്രിഹെൻസീവ് മെഷീൻ അവർ റേറ്റ് ഇസ് ടു ബി അസർട്ടൈൻഡ്, ദ ഡയറക്റ്റ് വേജസ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. അതായത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെഷീൻ അവർ റേറ്റ്, നമ്മൾ നേരത്തെ ഓർഡിനറി മെഷീൻ അവർ റേറ്റ് കാണുമ്പോഴാണ് വേജ് ഒഴിവാക്കാൻ പറഞ്ഞത്. കോംപ്രിഹെൻസീവ് മെഷീൻ അവർ റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേജും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. വൈൽ കാൽക്കുലേറ്റിംഗ് നോർമൽ വർക്കിംഗ് ഹവേഴ്സ്, ഐഡിൽ ടൈം, മെയിൻ്റനൻസ് ടൈം ആൻഡ് സെറ്റിംഗ് അപ്പ് ടൈം ഷുഡ് ബി ഡിഡക്റ്റഡ്. അതായത് നോർമൽ വർക്കിംഗ് അവേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോമൺ ഇടണം. ഐഡിയൽ ടൈം, മെയിൻ്റനൻസ് ടൈം, സെറ്റിംഗ് അപ്പ് ടൈം ഒക്കെ എന്ത് ചെയ്യുക, അതൊന്ന് എക്സ്ക്ലൂഡ് ചെയ്യാം. ഇറ്റ് ഗിവ്സ് എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ്. കൃത്യമായി എത്രയാണ് മെഷീൻ ഓടുന്ന സമയം നമുക്ക് ലഭിക്കും. ഓക്കെ, സംടൈംസ് വർക്കിംഗ് അവേഴ്സ് മേ നോട്ട് ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇറ്റ് ക്യാൻ ബി അസർട്ടൈൻ ഫ്രം പവർ കോസ്റ്റ്. അപ്പോൾ ചിലപ്പോൾ മെഷീൻ അവേഴ്സ് എത്ര കിട്ടിയെന്നുള്ളത്, എത്ര വന്നു എന്നുള്ളത് നമുക്കറിയില്ല. അത് പവർ കോസ്റ്റിൽ നിന്നും നമുക്ക് കണക്കാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സ്റ്റാൻഡിങ് ചാർജസ് ആർ യൂഷ്വലി ഗിവൺ ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ they are to be apportioned to machine. സ്റ്റാൻഡിങ് ചാർജ് ലഭിക്കും, അത് എങ്ങോട്ട് അപ്പോർഷൻ ചെയ്യണം, മെഷീനിലേക്ക് അപ്പോർഷൻ ചെയ്യണം. ഹൂസ് റേറ്റ് ഇസ് ടു ബി ഡിറ്റർമിൻഡ് ഓൺ ഇക്വിറ്റബിൾ ബേസ്. അപ്പോൾ ഇതിന് റേറ്റ് വളരെ ഇക്വിറ്റബിൾ ബേസിലാണ് എന്ത് കൊടുക്കേണ്ടത്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് മെഷീൻ അവർ റേറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് എ മെഷീൻ. എപ്പോഴും ഓർക്കുക, മെഷീൻ അവർ റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് റണ്ണിങ് എ മെഷീനാണ്. ഒരു മെഷീൻ ഓടിക്കാൻ വരുന്ന ചിലവാണ് മെഷീൻ അവർ റേറ്റ്.
1 മെഷീൻ പെർ ഹവർ. ഒരു മെഷീൻ ഓടിക്കാൻ, ഒരു മണിക്കൂറിൽ ഓടിക്കാൻ എത്ര ചിലവ് വരുന്നത് എന്നുള്ളതാണ് മെഷീൻ ഹവർ റേറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ഫോളോയിങ് ബേസസ് ആർ അപ്ലൈഡ് വൈൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ ഹവർ റേറ്റ്. താഴെ പറഞ്ഞ ബേസുകളാണ് മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എക്സ്പെൻസും ബേസും, റെൻറ്റും റേറ്റും ടാക്സും. ആ സ്റ്റാൻഡിങ് ചാർജ് എന്തിൻ്റെ ബേസിലാണ് വരുന്നത്? ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ് ബൈ മെഷീൻ. ഓരോ മെഷീന് യൂസ് ചെയ്യുന്ന ഫ്ലോർ ഏരിയൻ്റെ അടിസ്ഥാനത്തിലാണ് റെൻറ്റ് വരുന്നത്. വലിയൊരു ഗോഡൗൺ റെൻ്റ് എടുത്തു, അവിടെ ഓരോ മെഷീൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മെഷീൻസ്, ഇപ്പോൾ വലിയൊരു ഗോഡൗൺ എടുത്തിട്ട് അവിടെ ഇപ്പോൾ എന്താണ് ഒരു 4 മെഷീൻ വെച്ചിട്ട്, അപ്പോൾ ഈ മെഷീൻ എടുക്കുന്നതാണ് ഈ ഫ്ലോർ ഏരിയ ആണ് ഈ മെഷീൻ്റെ ബേസ് ആയിട്ട്, റെൻറ്റിൻ്റെ റേറ്റിനും അതിൻ്റെ ബേസ് ആയിട്ട് ഈ ഒരു ഫ്ലോർ ഏരിയ ആണ് ആ മെഷീൻ. അപ്പോൾ ഈ മെഷീൻ ആണെങ്കിൽ ഈ ഒരു ഫ്ലോർ ഏരിയ വരും, ഇതാണെങ്കിൽ ഈ ഒരു ഫ്ലോർ ഏരിയ, ഈ മെഷീൻ ആണെങ്കിൽ ഈ ഒരു ഫ്ലോർ ഏരിയ വരും. ഓക്കെ, അപ്പോൾ അതാണ് റെൻറ്റ് ആൻഡ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇനി അടുത്തത് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് യൂസ്ഡ് ഓർ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഓർ ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലോർ ഏരിയ. ഒന്നുകിൽ ലൈറ്റിൻ്റെ ഹീറ്റിങ്ങിൻ്റെ കേസ് ആണെങ്കിൽ ഒന്നുകിൽ ലൈറ്റ് പോയിന്റ് യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിൽ. ഇനി അടുത്തത് സൂപ്പർവിഷൻ ആണെങ്കിൽ ടൈം ഡിവോട്ടഡ് ബൈ സൂപ്പർവൈസർ ടു ഈച്ച് മെഷീൻ. ഒരു സൂപ്പർവൈസർ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു 4 മെഷീൻ ഉണ്ട്, അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ട്. അപ്പോൾ അയാൾ ഓരോ മെഷീനും എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓരോ മെഷീൻ്റെയും മെയിൻ്റനൻസിന് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർവിഷൻ്റെ ഈ ഒരു എക്സ്പെൻസ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓയിൽ വേസ്റ്റ് കൺസ്യൂമബിൾ സ്റ്റോർസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓയിൽ ആണെങ്കിലോ വേസ്റ്റ് ആണെങ്കിലോ ഇതിനൊക്കെ വന്ന ചിലവുകളുണ്ട്. ഇപ്പോൾ വേസ്റ്റ് സംസ്കരിക്കണം, അപ്പോൾ അതിനൊരു ചിലവ് വരും, അതിനൊരു വേറെ പ്ലാന്റ് വെക്കാം ചിലപ്പോൾ ഒരു ഫാക്ടറി, വലിയ ഫാക്ടറീസ് ഒക്കെ ആണെങ്കിൽ. ഓക്കെ, അതേപോലെ കൺസ്യൂമബിൾ സ്റ്റോർസ് ഒക്കെ ആണെങ്കിൽ എന്താണ് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇതിൻ്റെ ബേസ് വരുന്നത്. ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറബിൾ വാല്യൂ ഓഫ് ഈച്ച് മെഷീനാണ്. ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറബിൾ വാല്യൂ ഓഫ് ഈച്ച് മെഷീൻ. ഇതൊക്കെ സ്റ്റാൻഡിങ് ചാർജ് ആണ്, ഇതൊക്കെ എന്താണ് ഫിക്സ്ഡ് ചാർജുകളാണ്. ഇനി വേരിയബിൾ ചാർജ് അല്ലെങ്കിൽ മെഷീൻ എക്സ്പെൻസുകളാണെങ്കിൽ ഡിപ്രിസിയേഷൻ ആണെങ്കിൽ കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ് ഇൻ ഹവേഴ്സ് ആണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ നമ്മൾ നോർമൽ അക്കൗണ്ടിങ്ങിൽ കാണുന്നതാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. പവർ ആണെങ്കിൽ ആക്ച്വൽ കൺസംഷൻ ആണ്. റിപ്പയർ ആണെങ്കിൽ ആക്ച്വൽ മെഷീൻ വൈസ് ആണ്. ഓരോ മെഷീൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പയർ വരുന്നത്. അത് കൃത്യമായി നമുക്ക് മനസ്സിലാവും. ഒരു മെഷീനിന് പ്രോബ്ലം വന്നാൽ അതിന് വന്ന റിപ്പയർ ചിലവ്, റിപ്പയറിന് വന്ന ആൾക്ക് കൊടുത്ത ചിലവ്, അതിന് വന്ന സ്പെയറിൻ്റെ ചിലവ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് പ്രത്യേകിച്ച് തന്നെ ബേസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ശ്രദ്ധിക്കുക, കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ പെർ മെഷീൻ അവർ ആണ്. അപ്പോൾ മെഷീൻ അവറിൻ്റെ ഡിപ്രിസിയേഷൻ മെഷീൻ അവറിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് നോട്ട് ഗിവൺ, ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കോസ്റ്റ്, ഒരു മെഷീന് വന്ന ചിലവ്, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചാർജ്, അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക ലൈഫ് അല്ലെങ്കിൽ ഇയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, അതിന് എത്ര വർഷം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇഫ് ദിസ് ഗീവ്സ് ഡിപ്രിസിയേഷൻ പെർ ഇയർ, ഡിപ്രിസിയേഷൻ പെർ ഹവർ ഇസ് കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് കിട്ടിയ ഡിപ്രിസിയേഷൻ പെർ ആനം ഡിവൈഡ് ബൈ മെഷീൻ അവേഴ്സ് പെർ ആനം. ഒരു വർഷം വന്ന ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഇതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തത് ആദ്യം എഴുതി വെക്കുക. അപ്പോൾ അതൊരു വാല്യൂ ഉണ്ടാവും. എക്സ് ആണെങ്കിൽ ഈ എത്രയാണോ മെഷീൻ അവേഴ്സ് വന്നത് അതുമായിട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് ഓരോ ഹവറിൽ വരുന്ന മെഷീൻ അവർ റേറ്റ് ഡിപ്രിസിയേഷൻ റേറ്റ് നമുക്ക് ലഭിക്കും ഓരോ ഹവറിൽ വരുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റീവ്ലി ഡിപ്രിസിയേഷൻ പെർ മെഷീൻ അവർ ക്യാൻ ബി ഡയറക്റ്റ്ലി കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഡിപ്രിസിയേഷൻ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് ഹവേഴ്സ് ഇൻ ഹവേഴ്സ്. എത്ര മണിക്കൂർ ടോട്ടൽ, ഇപ്പോൾ ഒരു 10 വർഷമാണ് മെഷീൻ യൂസ് ചെയ്യുന്നത്, ആ 10 വർഷം എത്ര ഹവേഴ്സ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ കോസ്റ്റ് പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ഈ എഫക്റ്റീവ് ഹവേഴ്സിൻ്റെ അല്ലെങ്കിൽ എഫക്റ്റീവ് ലൈഫ് ഇൻ ഹവേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക അതുമായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 7. ഓക്കെ, കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ്. ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മെഷീൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, കോസ്റ്റ് ഓഫ് മെഷീൻ വന്നിരിക്കുന്നത് 8000 രൂപയാണ്. മെഷീൻ്റെ ചിലവ്, മെഷീൻ വാങ്ങാൻ വന്ന ചിലവ് 8000 രൂപയാണ്. മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന ചിലവ് 2000 രൂപയാണ്. ഓക്കെ, ഇനി എന്താണ് അതിന് 10 വർഷം വരെ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ, മെഷീൻ പൂർണ്ണമായിട്ടും എന്താണ് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അത് സ്ക്രാപ്പിന് ഈ കൊട്ടക്ക് കൊടുക്കാമെന്ന് പറയും, കൊട്ടക്കാർക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വില 2000 രൂപയാണ്. റേറ്റ് ആൻഡ് റെൻറ്റ് ഓഫ് എ ക്വാർട്ടർ ഓഫ് ഫോർ ദ ഷോപ്പ്. ആ ഷോപ്പിൻ്റെ ഒരു ക്വാർട്ടറിന് വന്ന റെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ 300 രൂപയാണ്. ഈ ജനറൽ ലൈറ്റിംഗ് വരുന്നത് 20 പെർ മീറ്റർ ആണ്. ഇനി എന്താണ് ഷോപ്പ് സൂപ്പർവൈസറിൻ്റെ സാലറി വരുന്നത്
600 per quarter ആണ് സൂപ്പർവൈസറിൻ്റെ സാലറി. ഇൻഷുറൻസ് പ്രീമിയം ഫോർ എ മെഷീൻ എന്ന ഇൻഷുറൻസ് പ്രീമിയം 60 per annum ആണ്. എസ്റ്റിമേറ്റഡ് റിപ്പയർ 100 per annum ആണ്. പവർ വരുന്നത് 2 units per hour ആണ് അറ്റ് ദ റേറ്റ് ഓഫ് ₹5 per 100 unit. 100 യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് 5 രൂപ വരിക. ഓക്കെ, ഇനി എന്താണ് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് വരുന്നത് ഒരു വർഷത്തിൽ പെർ ആനം 2000 ആണ്. ദ മെഷീൻ ഓക്യുപ്പൈസ് 1/4 ഓഫ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഷോപ്പ്. അതായത് ആ ഷോപ്പിൻ്റെ 1/4 ആണ്, കാൽഭാഗമാണ് മെഷീൻ ഓക്യുപ്പൈ ചെയ്യുന്നത്. ദ സൂപ്പർവൈസർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിവോട്ട് 1/6 ഓഫ് ഹിസ് ടൈം. അതായത് സൂപ്പർവൈസർ ഒരു മണിക്കൂറിൽ 1/6 10 മിനിറ്റെങ്കിലും ആ മെഷീൻ എടുത്ത് നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഫോർ സൂപ്പർവൈസിങ് ദ മെഷീൻ. ആ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു 10 മിനിറ്റ്, ഒരു മണിക്കൂറിൽ 10 മിനിറ്റ്, 1/6 ഓഫ് ദ ടൈം. ഓക്കെ, ഈ ജനറൽ എക്സ്പെൻസസ് ആർ ടു ബി അപ്പോർഷൻഡ് ഓൺ ദ ബേസ് ഓഫ് ഫ്ലോർ ഏരിയ. ജനറൽ എക്സ്പെൻസ് ഫ്ലോർ ഏരിയയുടെ അടിസ്ഥാനത്തിൽ നോക്കാം. കാൽക്കുലേഷൻ ഓഫ് മെഷീൻ ഹവർ റേറ്റ്. സോ ഫസ്റ്റ് വി ആർ കാൽക്കുലേറ്റിംഗ് സ്റ്റാൻഡിങ് ചാർജസ്, ഫിക്സ്ഡ് ചാർജസ്. അപ്പോൾ അതിലാദ്യം റെൻ്റാണ് വരുന്നത്, റെൻ്റ് ആൻഡ് റേറ്റ്. അപ്പോൾ അത് 300 വരുന്നത്, അത് കോട്ടനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 300 ശരിക്കും കോട്ടനാണ് കൊടുത്തിരിക്കുന്നത്, ഡയറക്റ്റായിട്ട് ഇവിടെ എഴുതിയാൽ മതി. അത് ക്വസ്റ്റ്യൻ തന്നെ ക്വാർട്ടർ ഓഫ് ദ ഷോപ്പാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇവിടെ എങ്ങനെ എഴുതേണ്ട കാര്യം പോലും വരുന്നില്ല. ഇവിടെ 300 എന്ത് ചെയ്യുക, ക്വാർട്ടറിന് ആദ്യം അതിന് ഫുൾ വാല്യൂ കൊടുക്കുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റായിട്ട് 300 എഴുതിയാൽ മതി. ആ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് ആ ഷോപ്പിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗത്തിന് 300 രൂപ വരുമെന്നാണ് എന്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും 1/4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ 4 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 300 തന്നെ വന്നു. ഈ ജനറൽ ലൈറ്റിംഗ് വരുന്നത് 20 ആണ്, ഒരു മന്തിലാണ് 20 രൂപ വരുന്നത്. അപ്പോൾ എന്താണ് പെർ മെഷീൻ അല്ല, സോറി പെർ മന്ത് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പെർ മെഷീനായി പോയി തോന്നുന്നുണ്ട്, പെർ മന്ത് ആണ്. അപ്പോൾ പെർ മന്ത് ആയതുകൊണ്ട് 12 കൊണ്ട് എന്ത് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര 2400 വരും. അതിനെന്ത് ചെയ്യുക, സോറി 2400 അല്ല, 240 വരും. 240 അതിനെ 1/4 എടുക്കുക, ക്വാർട്ടർ എടുക്കുക, അപ്പോൾ 60 വരും. ഓക്കെ, സൂപ്പർവൈസർ സാലറി എത്ര വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാർട്ടറിലേക്കാണ് 600 രൂപ വരുന്നത്. അപ്പോൾ എത്ര വരും, 600 ആദ്യം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ഫുൾ വാല്യൂ എടുക്കുക, അപ്പോൾ 2400 വരും. അതിനെന്ത് ചെയ്യുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 400 വരും. ഇൻഷുറൻസ് പ്രീമിയം 60 രൂപയാണ്. അപ്പോൾ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് പെർ ആനം ഈസ് 820 വരുന്നത്. സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ എത്ര വരുന്നു വെച്ചാൽ 820 ഡിവൈഡ് ബൈ 2000 വിച്ച് ഈസ് ഈക്വൽ ടു 0.41, 41 പൈസയാണ് ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ് പെർ ഹവർ വരുന്നത്. ഓക്കെ, ഇനി മെഷീൻ എക്സ്പെൻസ് നോക്കുമ്പോൾ ആദ്യം ഡിപ്രിസിയേഷനാണ് നോക്കേണ്ടത്. മെഷീൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ്, അതേപോലെ അതിൻ്റെ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് വരുന്നത് 8000 രൂപയാണ്, ഇൻസ്റ്റലേഷൻ ചാർജ് 2000 രൂപയാണ്, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 2000 രൂപയാണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് 2000 രൂപ മൈനസ് ചെയ്യുക, ഇൻറ്റു എത്രയാണ് ടോട്ടൽ ഹവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ 10 വർഷം യൂസ് ചെയ്യും, ഒരു വർഷം 2000 ഹവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 10 × 2000 ചെയ്യുക, അപ്പോൾ വരുന്നത് 40 പൈസയാണ്. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി റിപ്പയർ വരുന്നത് എത്രയാണ്, 100 ആണ്. അപ്പോൾ 100ന് 2000 ആയിട്ട് ഒരു വർഷത്തിൽ 100 വരുന്നത്. അപ്പോൾ എന്താണ് 2000 ഹവറായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു വർഷം വരുന്ന റിപ്പയർ എത്രയാണെന്ന് വെച്ചാൽ 0.05 ആണ്, അല്ലെങ്കിൽ 5 പൈസയാണ്. ഇനി പവർ വരുന്നത് എത്ര, 2 × 5 ഡിവൈഡ് ബൈ 100 ആണ്. അതെന്താണ്, അത് 100 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് 0.10 ആണ്, അല്ലെങ്കിൽ 10 പൈസയാണ് വരുന്നത്. അപ്പോൾ മെഷീൻ അവർ റേറ്റ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 0.96 96 പൈസയാണ് ഒരു അവർ മെഷീൻ നടത്താനായിട്ട്. ആ ഒരൊറ്റ മെഷീൻ ഒരു അവർ നടത്താനായിട്ട് സ്ഥാപനത്തിന് വരുന്ന ചിലവ് 96 പൈസയാണ്. ഇനി ഈ അബ്സോർപ്ഷൻ ഓഫ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്, ഇനി കുറച്ച് തിയറീസും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് തിയറീസും കൂടി പഠിക്കാനുള്ളൂ. ഓക്കെ, നമ്മൾ മെഷീൻ അവർ റേറ്റ് വരെ കണ്ടു, അതിൻ്റെ അബ്സോർപ്ഷൻ കണ്ടു. ഇനി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൻ്റെ അബ്സോർപ്ഷനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓക്കെ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് ആർ ഓഫ് എ ജനറൽ നേച്ചർ. These overheads include office rent, rate and insurance, office lighting, heating and cleaning, depreciation and repair of office building, furniture and fitting, legal charges, printing and stationery used in office, bank charges and so on. ഇതൊക്കെയാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സിൽ വരുന്നത്. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അതായത് ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൻ്റെ അബ്സോർപ്ഷൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റേറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ എനി വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്. താഴെ കൊടുത്ത ഈ മെത്തേഡിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കമ്പ്യൂട്ട് ചെയ്യുന്നത്.
അതിൽ ഫസ്റ്റ് മെത്തേഡ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് മെത്തേഡാണ്. പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് മെത്തേഡാണ് ആദ്യത്തെ മെത്തേഡ്. അപ്പോൾ അതിൽ പറയുന്നത് ദിസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഇസ് ഈക്വൽ ടു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി ഓവർ ഹെഡ് ഇൻറ്റു 100. ഓക്കെ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിനെ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ലഭിക്കും. അങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് മെത്തേഡ് പ്രകാരം കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് മെത്തേഡ്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ് മെത്തേഡാണ്. അപ്പോൾ അതിലും എന്താണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഫാക്ടറി ഓവർ ഹെഡ് ഇൻറ്റു 100 തന്നെയാണ് വരുന്നത്. ഓക്കെ, പ്ലീസ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ഫോമിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റേറ്റ് ഇസ് ഈക്വൽ ടു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഇനി നാലാമത്തെ മെത്തേഡ് പെർസെൻറ്റേജ് ഓഫ് കൺവേർഷൻ കോസ്റ്റ് മെത്തേഡാണ്. കൺവേർഷൻ കോസ്റ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ കൺവേർഷൻ കോസ്റ്റിന് എന്തൊക്കെ വരുന്നത് വെച്ചാൽ ഡയറക്റ്റ് ലേബർ വരും, ഡയറക്റ്റ് എക്സ്പെൻസ് വരും, ഫാക്ടറി ഓവർ ഹെഡ് വരും. ഇത് മൂന്നും കൂടി ചേർന്നതാണ് ഈ പറയുന്ന കൺവേർഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, എങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡിവൈഡ് ബൈ കൺവേർഷൻ കോസ്റ്റ് ഇൻറ്റു 100. ഓക്കെ, ഇതൊക്കെ തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ഇൻറ്റു 100. ഇനി അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണ്. അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 വിച്ച് ഇസ് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഫിക്സ്ഡ് ഓവർ ഹെഡ്, രണ്ടാമത്തേത് വേരിയബിൾ ഓവർ ഹെഡ്. അഡ്വർടൈസിംഗ്, സാമ്പിൾസ്, സെയിൽസ് ഓഫീസ് റെൻറ്റ്, ഷോറൂം എക്സ്പെൻസ്, മാർക്കറ്റ് റിസർച്ച് എക്സ്പെൻസ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഫിക്സ്ഡ് എക്സ്പെൻസസ്. Carriage outward, commission, bad debt, discounts etc. are examples of variable overheads. Okay, അപ്പോൾ ഈ ഫിക്സ്ഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്തൊക്കെയാണ്? അഡ്വർടൈസിങ്, സാമ്പിൾ, സെയിൽസ് ഓഫീസ് റെൻറ്റ്, അതേപോലെ ഷോറൂം എക്സ്പെൻസ്, മാർക്കറ്റ് റിസർച്ച് എക്സ്പെൻസ്, ഇതൊക്കെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഫിക്സ്ഡ് എക്സ്പെൻസിൽ വരുന്നത്, പിന്നെ ഇതിൻ്റെ വേരിയബിൾസിൽ വരുന്നത് കാരേജ് ഔട്ട്വേർഡ്, കമ്മീഷൻ, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് എക്സെട്ര. ഓക്കെ, ഇനി ഇതിൻ്റെ മെത്തേഡ്സ് പറയുന്നുണ്ട്. മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ അതിൻ്റെ മെത്തേഡ്സ് നെക്സ്റ്റ് പേജിലുള്ളത്. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് വരുന്നത് റേറ്റ് പെർ ആർട്ടിക്കിൾ ആണ്. സെക്കൻഡ് മെത്തേഡ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആണ്. തേർഡ് മെത്തേഡ് എ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണ്. നാലാമത്തെ മെത്തേഡ് എ പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് കളക്റ്റഡ് ആണ്. അപ്പോൾ റേറ്റ് പെർ ആർട്ടിക്കിൾ എന്താ നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് ഓവർ ഹെഡ് ഇസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എസ്റ്റിമേറ്റഡ് യൂണിറ്റ്. അതായത് സെല്ലിംഗ് ഓവർ ഹെഡിനെ എസ്റ്റിമേറ്റഡ് യൂണിറ്റുമായിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റേറ്റ് പെർ യൂണിറ്റ് ലഭിക്കും. ഇനി പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആകുമ്പോൾ എന്താ വരിക? ഈ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനെ ടോട്ടൽ സെയിൽസുമായിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാണുക. ഇനി പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണെങ്കിൽ എന്താ വരിക? ഈ ഫാക്ടറി കോസ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിനെ ഫാക്ടറി കോസ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുക. നാലാമത്തെ പോയിന്റ് പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് കളക്റ്റഡിൽ എന്താ വരുന്നത്? ദിസ് മെത്തേഡ് ഈസ് സൂട്ടബിൾ ഫോർ ചാർജിങ് ക്രെഡിറ്റ് ആൻഡ് കളക്ഷൻ കോസ്റ്റ് സച്ച് ആസ് ബാഡ് ഡെപ്റ്റ്, ലീഗൽ എക്സ്പെൻസ്. അതായത് ഈ ചാർജിങ് ക്രെഡിറ്റ്, ഈ ക്രെഡിറ്റ് ചാർജ് ചെയ്യുക, ഈ ബാഡ് ഡെപ്റ്റ്, ലീഗൽ എക്സ്പെൻസ്, അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ് ഈ പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് കളക്റ്റഡ്. അപ്പോൾ ക്യാഷ് കളക്റ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡിനെ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു തിയറിയോട് കൂടിയിട്ട് നമ്മുടെ ഓവർ ഹെഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിക്കുകയാണ്. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്റർ ആയിരുന്നു. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി അത് ഷെയർ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കാം. താങ്ക് യു.